നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ. ശുഭയാത്ര സുരക്ഷിത യാത്ര എന്നതാണ് KSRTCയുടെ ടാഗ്ലൈൻ. യഥാർത്ഥത്തിൽ നമ്മുടെ യാത്രകൾ ശുഭയാത്രയും സുരക്ഷിത യാത്രയുമായി മാറുന്നുണ്ടോ? 86 വർഷത്തെ ചരിത്രമുണ്ട് നമ്മളുടെ KSRTC എന്ന പൊതുമേഖലാ സ്ഥാപനത്തിന്. കേരളം ഉണ്ടാകുന്നതിന് മുൻപ് തുടങ്ങിയ ഒരു സർവീസ്. ആ സർവീസിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? റിപ്പോർട്ടറിന്റെ ലൈവാത്തോൺ എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുന്നു. പൊതുജന സേവനം ലക്ഷ്യമിട്ട് തുടങ്ങിയ KSRTC ഇന്ന് ജനങ്ങൾക്ക് തന്നെ ഏറ്റവും ബുദ്ധിമുട്ടായ സർവീസായി പലയിടങ്ങളിലും മാറുന്നു. സർക്കാരുകൾ പല വേളയിൽ മാറി വന്നു. എന്നാൽ ഒരിക്കൽ പോലും KSRTCയെ ആരും കരുതിയില്ല. സ്റ്റാൻഡിലേക്കൊന്ന് നോക്കൂ. ഇരിക്കാൻ ഒരു നല്ല ഇരിപ്പിടമുണ്ടോ? പ്രാഥമിക ആവശ്യങ്ങൾക്കായി നിങ്ങളൊരു ശുചിമുറി തിരയൂ. അവിടെ നിങ്ങൾക്കൊരു ശുചിമുറി നിങ്ങൾക്ക് കാണാൻ കഴിയുമോ? ദീർഘദൂര യാത്ര ചെയ്ത് വരുന്നവർക്ക് ബുദ്ധിമുട്ട് എപ്പോൾ ഏതെങ്കിലും സർക്കാർ ഓർത്തിട്ടുണ്ടോ? ഒപ്പം നിൽക്കുന്ന ജീവനക്കാരുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയിട്ടുണ്ടോ? ചെയ്യുന്ന ജോലിക്ക് മിനിമം ശമ്പളം കൊടുക്കാൻ, അതും കൃത്യസമയം കൊടുക്കാൻ നിങ്ങൾക്ക് ബാധ്യതയുണ്ട് എന്നതെങ്കിലും നിങ്ങൾ ഓർമ്മിച്ചോ? ഇനി അത് ചോദിച്ചു വാങ്ങാനും അവർ തയ്യാറാണ്. പക്ഷേ കൊടുക്കണം. യാത്രക്കാരുടെയും ജീവനക്കാരുടെയും ആവശ്യങ്ങൾ പരിഗണിക്കാതെയുള്ള KSRTCയുടെ ഈ പോക്ക് എവിടേക്കാണ്? റിപ്പോർട്ടർ പ്രത്യേക ലൈവാത്തോൺ ആരംഭിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. വർഷം മുമ്പാണ് KSRTC എന്ന കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ നിലവിൽ വന്നത്. സ്ഥാപിതമായ 1965 മാത്രമാണ് KSRTC ലാഭത്തിലോടിയത്. തുടർന്ന് ഇങ്ങോട്ടുള്ള സഞ്ചാരം അത്രയും പരിപൂർണ തകർച്ചയുടെ കൊക്കയിലേക്കാണ് ആനവണ്ടിയെ നയിച്ചത്. സർക്കാരുകൾ മാറി മാറി വന്നു. കോർപ്പറേഷന്റെ പരക്കം പാച്ചിൽ ഇപ്പോഴും തുടരുന്നു. പഠനങ്ങൾ പലത് നടന്നു. കോർപ്പറേഷൻ ഘടന പുനഃക്രമീകരിക്കുക, വരവും ചെലവും തമ്മിലുള്ള അന്തരം കുറയ്ക്കുക തുടങ്ങി വിദഗ്ധർ ഏറെ കാര്യങ്ങൾ ശുപാർശ ചെയ്തു. ഒന്നും നടപ്പാക്കിയില്ലെന്ന് മാത്രം. KSRTC വൻ ലാഭത്തിലോടണമെന്ന ശാഠ്യം ആർക്കുമില്ല. പൊതുജനത്തെ സേവിക്കുന്ന സ്ഥാപനത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം ലാഭമല്ലെന്നതാണ് കാരണം. എന്നാൽ മുന്നോട്ടുള്ള വാതിലുകൾ ഒന്നൊന്നായി അടയുന്നത് ഒട്ടും ആശ്വാസ്യമല്ല. കാൽലക്ഷം പേരുടെ ജീവിതമാർഗമായ സ്ഥാപനം കാര്യക്ഷമതയോടെ പ്രവർത്തിക്കേണ്ടത് സംസ്ഥാനത്തിന്റെ ആകെ ആവശ്യമാണെന്ന തിരിച്ചറിവാണ് ഏറ്റവും ആദ്യം വേണ്ടത്. ഒപ്പം സേവനമാണ് ആത്യന്തിക ലക്ഷ്യമെന്ന ബോധ്യം തൊഴിലാളികൾക്കും കോർപ്പറേഷൻ ആകെയും വേണം. ഡിപ്പോയും സബ് ഡിപ്പോയും ഓപ്പറേറ്റിംഗ് സെന്ററുമായി 94 കേന്ദ്രങ്ങളും 5 റീജിയണൽ വർക്ക്ഷോപ്പുകളും ചീഫ് ഓഫീസും KSRTCക്കുണ്ട്. ഡിപ്പോകൾ മിക്കതും കടുത്ത അവഗണനയിലാണ്. ആവശ്യത്തിന് ഡ്രൈവർമാർ ഇല്ലാത്തതാണ് ഡിപ്പോകൾ നേരിടുന്ന വലിയ പ്രതിസന്ധി. ഓവർ ഡ്യൂട്ടി ചെയ്താണ് പല സർവീസുകളും മുടക്കം കൂടാതെ നടത്തുന്നത്. മിക്ക ബസ് സ്റ്റേഷൻ പരിസരങ്ങളും വെള്ളക്കെട്ടും ചെളിയും അഗാധ കുഴികളുമാണ്. ഗാരേജുകൾ കാടുപിടിച്ച നിലയിലാണ്. പെരുമ്പാമ്പും അണലിയുമടക്കം ഉഗ്രവിഷമുള്ള പാമ്പുകളുടെ താവളം കൂടിയാണ് ബസ് സ്റ്റാൻഡ് പരിസരം. തുറസായ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന പല ബസ് സ്റ്റേഷനുകളും രാത്രികാലങ്ങളിൽ സാമൂഹ്യ വിരുദ്ധരുടെ താവളമാണ്. ബസ് സ്റ്റാൻഡുകളിലെ ശൗചാലയങ്ങളിലെ വൃത്തിഹീനമായ സാഹചര്യം, ശരിയായ പരിപാലനം ഇല്ലാത്തതുകൊണ്ടാണ് യാത്രക്കാരെ നേരിട്ട് ബാധിക്കുന്ന ഇത്തരം വിഷയങ്ങളിലടക്കം അധികൃതരുടെ ഗൗരവകരമായ ഇടപെടൽ അടിയന്തര ആവശ്യമാണ്. ഇന്ന് റിപ്പോർട്ടർ നടത്തുന്ന അന്വേഷണവും ഇതുതന്നെയാണ്.
വിവിധ KSRTC ഡിപ്പോകളിൽ നിന്നും KSRTC ബസ്സിൽ നിന്നുമൊക്കെയായി നമ്മുടെ റിപ്പോർട്ടർമാർ തത്സമയം പ്രേക്ഷകർക്കൊപ്പം ചേരുന്നുണ്ട്. റിപ്പോർട്ടർ തുടങ്ങി വെച്ച പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും ഗവൺമെന്റ് സ്ഥാപനങ്ങളുടെയും ഒക്കെ സോഷ്യൽ ഓഡിറ്റിംഗിന്റെ ഭാഗമായിട്ടുള്ള ലൈവാത്തോണാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ഇന്ന് നമ്മൾ KSRTCയിലെ പരിതാപകരമായ അവസ്ഥയാണ് പ്രേക്ഷകരുടെ മുന്നിൽ തുറന്നു കാട്ടുന്നത്. നമുക്കൊപ്പം വിവിധ ഇടങ്ങളിൽ റിപ്പോർട്ടർമാർ തത്സമയം ചേരുന്നു. കോഴിക്കോട് KSRTCയിൽ നിന്ന് VS രഞ്ജിത്തും സാനിയോ മനോമിയും തത്സമയമുണ്ട്. തൃശൂർ KSRTC സ്റ്റാൻഡിൽ നിന്നും ജെയ്സൺ ചാമവളപ്പിൽ, കിഴക്കേക്കോട്ട ബസ് സ്റ്റാൻഡിൽ നിന്നും TV പ്രസാദ്, KSRTC ആസ്ഥാന മന്ദിരത്തിൽ നിന്നും റോഷിപാൽ, തമ്പാനൂർ KSRTC ബസ് സ്റ്റാൻഡിൽ നിന്നും അർച്ചന രവീന്ദ്രൻ, KSRTC ബസ് സ്റ്റാൻഡിൽ നിന്നും അഷിൻ ഡിയാഗോ, മൂവാറ്റുപുഴ KSRTC ബസ് സ്റ്റാൻഡിൽ നിന്നും ലേബി സജീന്ദ്രൻ, പെരുമ്പാവൂർ KSRTC ബസ് സ്റ്റാൻഡിൽ നിന്നും അലി അക്ബർ, KSRTC ബസ് സ്റ്റാൻഡ് ചങ്ങനാശ്ശേരിയിൽ നിന്നും സുനിഷ അയ്യല്ലൂർ, മൂന്നാർ KSRTC ബസ് സ്റ്റാൻഡിൽ നിന്നും സന്ദീപ് രാജാക്കാട്, ചേർത്തല KSRTC ബസ് സ്റ്റാൻഡിൽ നിന്നും മുഹമ്മദ് ജസീം, പത്തനംതിട്ട KSRTC സ്റ്റാൻഡിൽ നിന്നും പ്രവീൺ പുരുഷോത്തമൻ, കാസർഗോഡ് KSRTC ബസ് സ്റ്റാൻഡിൽ നിന്നും AK അഭിലാഷ്, പാലക്കാട് KSRTC ബസ് സ്റ്റാൻഡിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധി ഇക്ബാൽ അറക്കൽ എന്നിവർ ചേരുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ റിപ്പോർട്ടർമാർ തത്സമയം അവിടെ കാണുന്ന കാഴ്ചകൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കും, യാത്രക്കാരുടെ ദുരിതങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കും. ഒപ്പം തന്നെ ഓരോ മേഖലകളായി തിരിച്ച് ശുചിമുറികളില്ലാത്തത്, വേണ്ടത്ര സൗകര്യങ്ങളില്ലാത്തത്, KSRTCയുടെ സാമ്പത്തിക പ്രതിസന്ധി, KSRTC ഡിപ്പോകളുടെ വലിയ കെട്ടിടങ്ങളിലെ നിർമ്മാണ പ്രതിസന്ധി, ഇതെല്ലാം പ്രേക്ഷകരിലേക്ക് തത്സമയം നമ്മൾ എത്തിക്കും. റിപ്പോർട്ടർമാരിലേക്ക് നമുക്ക് എത്തുന്നതിന് മുൻപ് ആദ്യം നമ്മൾ പോകുന്നു കോഴിക്കോട്ടേക്ക്. കോഴിക്കോട്ട് സംസ്ഥാന സർക്കാരിൻ്റെ ഗുരുതരമായ അനാസ്ഥ മൂലം ഒരു കെട്ടിടം ഇപ്പോൾ അനാഥമായി കിടപ്പുണ്ട്. കോഴിക്കോട് KSRTC കെട്ടിടമാണ്. നിർമ്മാണ ചെലവിൻ്റെ ഇരട്ടി ബാധ്യത പേറുന്ന കെട്ടിടം. 75 കോടി രൂപ ചെലവഴിച്ച് കെട്ടിടത്തിന് പലിശ സഹിതം 160 കോടി രൂപയാണ് KSRTC തിരിച്ചടയ്ക്കേണ്ടത്. സമയബന്ധിതമായി പണി പൂർത്തീകരിച്ച് വാടകയ്ക്ക് നൽകാത്തതാണ് ബാധ്യത ഇരട്ടിക്കാനുള്ള കാരണം. കണ്ടുവരാം കോഴിക്കോട്ടെ KSRTCയുടെ ബാധ്യതയായ ഡിപ്പോ സ്റ്റേഷൻ. 25 കോടിക്ക് നിർമ്മിക്കാൻ ഉദ്ദേശിച്ച കെട്ടിടം പിന്നീട് അത് 55 കോടിയായി നിർമ്മാണ ചെലവ് ഉയർത്തി. നിർമ്മാണം പൂർത്തിയായപ്പോൾ 75 കോടിയായി. ഇപ്പോൾ 160 കോടിയാണ് KSRTCക്ക് ഈ കെട്ടിടത്തിന് മുകളിൽ ബാധ്യതയായിട്ടുള്ളത്. വരുമാനമാണെങ്കിൽ വട്ടം 0. $3,70,244 ചതുരശ്ര അടി വിസ്തീർണമുള്ള കെട്ടിടം നിർമ്മാണം പൂർത്തിയാക്കിയത് 75 കോടി രൂപ ചെലവിലാണ്. 2009 ആരംഭിച്ച് 2015 കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. KSRTCയുടെ ഭൂമിയിൽ KTDFC കെട്ടിടത്തിന്റെ നിർമ്മാണ ചെലവ് വഹിച്ചത്. കെട്ടിടത്തിൽ നിന്നുള്ള വരുമാനത്തിൽ നിന്ന് പണം തിരിച്ചടയ്ക്കാനായിരുന്നു പദ്ധതി. ബാധ്യത തീർത്ത് കെട്ടിടം KSRTCക്ക് തിരിച്ചു നൽകും. എന്നാൽ നാളിതുവരെ നയാ പൈസ വരുമാനവുമില്ല, തിരിച്ചടവും നടന്നിട്ടില്ല. പലിശയും കൂട്ടുപലിശയും ചേർത്ത് ബാധ്യത 75 കോടിയിൽ നിന്ന് 160 കോടിയായി ഉയർന്നു. കെട്ടിടം പണിയുന്നത് KTDFC ആണെങ്കിലും ഇതിൻ്റെ ബാധ്യത മുഴുവൻ അവർ എഴുതി വെക്കുന്നത് KSRTCയുടെ പുറത്താണ്. ഇവർ ഒരിക്കലും ഫസ്റ്റിൽ അംഗീകരിച്ച് 25 കോടി, പിന്നെ 55 പിന്നെ അവസാനം പണി തീർന്നപ്പോൾ അവർ പറയുന്നത് 75 കോടിയായിരുന്നാണ്. ഇപ്പോൾ അത് മുടക്ക് മുതലിനെക്കാട്ടിയും പലിശ കൂടി 160 കോടിയായി എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ഈ കെട്ടിടം നിൽക്കുന്ന 15 ഏക്കർ സ്ഥലം ഭാവിയിൽ KSRTCക്ക് നഷ്ടപ്പെടും എന്നുള്ളതാണ്. 2015 നിർമ്മാണം പൂർത്തിയായിട്ടും കെട്ടിടം വാടകയ്ക്ക് നൽകാൻ സാധിച്ചിട്ടില്ല. നഗരസഭയുമായുള്ള തർക്കങ്ങൾ മൂലം 2018 കെട്ടിടത്തിന് പെർമിറ്റ് നൽകുന്നത്. കരാറടിസ്ഥാനത്തിൽ 30 വർഷത്തേക്ക് വാടകയ്ക്ക് നൽകാനുള്ള നടപടികൾ 2015 ആരംഭിച്ചെങ്കിലും KSRTCയും KTDFCയും കരാറുകാരും തമ്മിലുള്ള തർക്കങ്ങൾ പരിഹരിക്കാത്തത് കാരണം കരാർ ഒപ്പുവെച്ച് ടെർമിനൽ പ്രവർത്തന സജ്ജമാക്കാൻ കഴിഞ്ഞിരുന്നില്ല. 2021 അലിഫ് ബിൽഡേഴ്സ് കെട്ടിടം വാടകയ്ക്ക് ഏറ്റെടുക്കുന്നത്. എന്നാൽ നിർമ്മാണത്തിലെ അപാകത മൂലം കെട്ടിടം ഏറ്റെടുക്കാൻ പിന്നീട് അലിഫ് തയ്യാറായില്ല. തർക്കങ്ങൾ തുടരുന്നു. അറ്റകുറ്റപ്പണി പൂർത്തിയാക്കാത്തതിനാൽ കെട്ടിടം ദുരന്ത സ്മാരകമായി ഇപ്പോഴും നഗരമധ്യത്തിൽ തല താഴ്ത്തി നിൽക്കുന്നു. VS രഞ്ജിത്ത്, റിപ്പോർട്ടർ, കോഴിക്കോട്.
കേരളത്തിലെ വിവിധ KSRTC ബസ് സ്റ്റാൻഡുകളിൽ നിന്നും ബസ് സ്റ്റോപ്പുകളിൽ നിന്നും ഒപ്പം ബസ്സുകളിൽ നിന്നുമായി നമ്മളുടെ റിപ്പോർട്ടർമാർ തത്സമയം നമുക്കൊപ്പം ചേരും. ആദ്യം ഞങ്ങൾ കോഴിക്കോട്ടേക്ക് പോയത്. കോഴിക്കോട്ട് 75 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ചൊരു കെട്ടിടം എങ്ങനെയാണ് സർക്കാരിൻ്റെ KSRTCയുടെ അനാസ്ഥയിൽ, ഈ അഴിമതിയിൽ എങ്ങനെയാണ് 160 കോടി രൂപയുടെ ബാധ്യത വരുത്തി വെച്ചിരിക്കുന്നത് എന്നാണ്. 75 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ചു. ഇപ്പോൾ 160 കോടി രൂപയുടെ ബാധ്യതയായി KSRTC ടെർമിനലിന്. മാത്രവുമല്ല, ടെർമിനലിന് ഇപ്പോൾ ഒരു ബലക്ഷയമുണ്ടെന്ന് കണ്ടെത്തിയിരിക്കുകയും ചെയ്യുന്നു. പരിഹരിക്കാൻ ഇനി വേണ്ടത് 30 കോടി രൂപ കൂടി വേണം. അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കിയാൽ മാത്രമേ കെട്ടിടം കരാറുകാർക്ക് കൈമാറാൻ സാധിക്കൂ. സാമ്പത്തിക ബാധ്യത മൂലം അറ്റകുറ്റപ്പണി നടത്താനാകില്ല എന്ന നിലപാടിലാണ് സർക്കാർ. ആ കെട്ടിടം ഇനി എന്തു ചെയ്യും? അവിടെ ചെലവാക്കി 75 കോടി ആരുടെ പണം? ആ ബാധ്യതയായി ഇനി അടയ്ക്കേണ്ട 160 കോടി ആരുടെ നികുതി പണം, ആരുടെ വീർപ്പിന്റെ പണം? ഇതാണ് ചോദ്യം. 75 കോടി മുതൽ മുടക്കി നിർമ്മിച്ച ഈ കെട്ടിടത്തിന് ബലക്ഷയമുണ്ടെന്നാണ് മദ്രാസ് IITയുടെ കണ്ടുപിടുത്തം. ഈ ബലക്ഷയം തീർക്കാൻ ഇനിയും വേണം 30 കോടി. മൊത്തം ചെലവ് 105 കോടിയായി ഉയരും. കെട്ടിടത്തിന്റെ ബലക്ഷയം സംബന്ധിച്ച് മദ്രാസ് IIT പഠനം നടത്തി അന്തിമ റിപ്പോർട്ട് ആന്റണി രാജു ഗതാഗത മന്ത്രിയായിരിക്കെ കൈമാറിയിരുന്നു. ബലക്ഷയം പ്രതീക്ഷിച്ചതിലും അധികമാണെന്നായിരുന്നു IIT റിപ്പോർട്ട്. കെട്ടിടത്തിന്റെ 90% തൂണുകളും 80% സ്ലാബുകളും ബലപ്പെടുത്തണം. 29.60 കോടി രൂപ ഇതിനായി ചെലവ് വരുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഓരോ തൂണിലെയും വിള്ളലുകൾ അടയ്ക്കണം. സിമന്റും നിശ്ചിത മിശ്രിതങ്ങളും ചേർത്ത് തൂണിനുള്ളിലേക്ക് നിറയ്ക്കേണ്ടി വരും. കെട്ടിടത്തിന്റെ അരികിലുള്ള ഭാഗത്തിന് ബലമില്ലാത്തത് തൂണുകളെ ബാധിച്ചിട്ടുണ്ടാകുമെന്നാണ് വിലയിരുത്തൽ. തൂണുകളുടെ കോൺക്രീറ്റും കമ്പികളുടെ ഉറപ്പുമെല്ലാം പരിശോധിച്ചിട്ടുണ്ട്. ടെർമിനലിന്റെ പൈലിങ്ങിന്റെ ബലവും പഠനവിധേയമാക്കി. ബലക്ഷയം പരിഹരിക്കാൻ 30 കോടി ചെലവാക്കാനാകില്ലെന്നും കരാറുകാർ തന്നെ അറ്റകുറ്റപ്പണി നടത്തട്ടെ എന്നുമാണ് സർക്കാർ ഇപ്പോൾ പറയുന്നത്. അറ്റകുറ്റപ്പണി നടത്താതെ കെട്ടിടം ഏറ്റെടുക്കില്ലെന്ന നിലപാടിലാണ് അലിഫ് ബിൽഡേഴ്സ്. എന്നാൽ കെട്ടിടത്തിന്റെ നിർമ്മാണം നടത്തിയ ബിൽഡേഴ്സിനെയോ പ്ലാൻ തയ്യാറാക്കിയ ആർക്കിടെക്റ്റിനെതിരെയോ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. VS രഞ്ജിത്ത്, റിപ്പോർട്ടർ, കോഴിക്കോട്. കണ്ടാൽ ഒരു കൊട്ടാരമാണ്. പക്ഷേ കൊട്ടാരത്തിൽ താമസിക്കാനോ കച്ചവടം നടത്താനോ കഴിയില്ല. അതിന്റെ ബലക്ഷയം ഇപ്പോൾ പുറത്തു വരികയും ചെയ്തു. നഗരമധ്യത്തിൽ 4 ലക്ഷം ചതുരശ്രയടി വിസ്തീർണമുള്ളൊരു കെട്ടിടം എത്ര ലക്ഷം രൂപയ്ക്കാണ് വാടകയ്ക്ക് കൊടുത്തതെന്നറിയാമോ? കേവലം 32 ലക്ഷം രൂപയ്ക്ക്. അതിൽ തന്നെ ഗുരുതരമായ അനാസ്ഥയാണ് സംഭവിച്ചത്. 50 ലക്ഷം രൂപ വാടക നിശ്ചയിച്ച് ടെൻഡർ പൂർത്തിയായിരുന്നുവെങ്കിലും പിന്നീട് റദ്ദായി. പ്ലാനിന്റെ അപാകതയും കണ്ണായ സ്ഥലത്തെ കെട്ടിടത്തിന്റെ മൂല്യം കുറയാൻ കാരണമായി. 50 കോടി രൂപയും 50 ലക്ഷവുമായിരുന്നു ആദ്യം ഈ കെട്ടിട സമുച്ചയത്തിന് നിശ്ചയിച്ച വാടകയും കെട്ടിവെക്കാനുള്ള തുകയും. പിന്നീടത് 17 കോടിയും 32 ലക്ഷവുമായി ചുരുങ്ങി. നഷ്ടം എത്രയാണ്? ഇപ്പോഴുള്ള 160 കോടി രൂപ ബാധ്യത തീർക്കാൻ പ്രതിമാസം 32 ലക്ഷം രൂപ വാടക കിട്ടിയതുകൊണ്ട് ഒരു കാര്യവുമില്ല. 50 ലക്ഷം രൂപ വാടക ലഭിച്ചാൽ 30 വർഷത്തിനുള്ളിൽ ബാധ്യത തീർത്ത് കെട്ടിടം KTDFCയിൽ നിന്ന് KSRTCക്ക് കൈമാറാൻ സാധിക്കുമെന്നായിരുന്നു പ്രതീക്ഷ. ആദ്യത്തെ ടെൻഡറിൽ 5 കമ്പനികൾ പങ്കെടുത്തു. 50 കോടി ഡെപ്പോസിറ്റും 50 ലക്ഷം രൂപ വാടകയും വാഗ്ദാനം ചെയ്ത മാക് ബിൽഡേഴ്സിന് കരാർ ഉറപ്പിക്കാൻ തീരുമാനിച്ചു. എന്നാൽ മാക് ബിൽഡേഴ്സ് ഒരു കടലാസ് കമ്പനിയാണെന്ന് ബോധ്യപ്പെട്ടതോടെ ടെൻഡർ റദ്ദാക്കി. പിന്നീട് ഈ കെട്ടിടം ഏറ്റെടുക്കാൻ ടെൻഡറിൽ ആരും പങ്കെടുത്തില്ല. കെട്ടിട നിർമ്മാണത്തിൽ അപാകതയുണ്ടെന്ന ആക്ഷേപം തിരിച്ചടിയായി. ബസ് ടെർമിനലിനകത്ത് ബസ് കയറ്റാൻ പോലും പ്രയാസപ്പെടുന്നതുൾപ്പെടെ വാർത്തയായി. ഈ സർക്കാർ അധികാരമേറ്റതിനു ശേഷമാണ് നിരന്തരമായ ചർച്ചകളെ തുടർന്ന് തർക്കങ്ങൾ പരിഹരിച്ചത്. ആദ്യം 50 കോടി ഉറുപ്പിയും 50 ലക്ഷം മാസം എന്നായിരുന്നു. അന്ന് നടന്നിരുന്നെങ്കിൽ ഇന്ന് ഈ ബാധ്യത മാറി ഈ കെട്ടിടം നമുക്ക് തിരിച്ചു കിട്ടിയിരുന്നു. പുതിയ വാടക പ്രകാരം 17 കോടിയും 30 ലക്ഷമാണ്. പക്ഷേ ആ റേറ്റിൽ 30 ലക്ഷം എന്ന് പറഞ്ഞാൽ ഒരു കൊല്ലത്തിൽ എത്ര കിട്ടും? 360 അല്ലേ? 360 വെച്ച് 260 കോടി ബാധ്യത തീർക്കുമ്പോഴത്തേന് ഈ ബിൽഡിങ്ങിൻ്റെ കാലപരിധി കഴിയും. 2021 ഫെബ്രുവരി 17 മന്ത്രിസഭാ യോഗം അംഗീകരിച്ച വ്യവസ്ഥകൾ പ്രകാരം മടക്കി നൽകേണ്ടാത്ത 17 കോടി രൂപയും പ്രതിമാസം 32 ലക്ഷം രൂപ വാടകയും 3 വർഷം കൂടുമ്പോൾ വാടക ഇനത്തിൽ 10% വീതം വർധനയും എന്ന നിരക്കിൽ അലിഫ് ബിൽഡേഴ്സാണ് 30 വർഷത്തേക്ക് കരാർ ഏറ്റെടുത്തത്. എന്നാൽ ചതുരശ്രയടി കണക്കാക്കിയാൽ കെട്ടിടത്തിന് ഇതിലുമധികം വാടക ലഭിക്കുമെന്ന് വിദഗ്ധർ പറയുന്നു. കെട്ടിടം ഏറ്റെടുക്കാത്തതിനാൽ നിലവിലെ കരാർ പ്രകാരമുള്ള വാടക പോലും KSRTCക്ക് ലഭിച്ചിട്ടില്ല.
VS രഞ്ജിത്ത്, റിപ്പോർട്ടർ, കോഴിക്കോട്. കെട്ടിടം നിർമ്മിച്ചതിൽ, കെട്ടിടം വാടകയ്ക്ക് കൊടുത്തതിൽ, കെട്ടിടത്തിന്റെ പ്ലാനിൽ, എസ്റ്റിമേറ്റിലൊക്കെ അടിമുടി അനാസ്ഥയും അശ്രദ്ധയും ആണ് ഈ വലിയ കൊട്ടാരത്തിന് പിന്നിലുള്ളത്. തീർന്നിട്ടില്ല. ഇനി സ്ത്രീ യാത്രക്കാർക്കൊന്ന് വിശ്രമിക്കണമെന്ന് തോന്നിയാൽ ഈ കൊട്ടാരത്തിൽ അതിനുള്ള സൗകര്യമുണ്ടോ? കോഴിക്കോട് KSRTC ടെർമിനൽ വിശ്രമമുറിയുണ്ടെങ്കിലും അതിലാകെയുള്ളത് 2 കസേരകൾ മാത്രം. പുറത്തുമിരിക്കാൻ ആവശ്യത്തിന് കസേരകളില്ല. പല റൂട്ടുകളിലേക്കും വൈകിട്ട് 7 മണി കഴിഞ്ഞാൽ ബസ് ഇല്ലാത്തതിനാൽ ബുദ്ധിമുട്ടുകയാണ് യാത്രക്കാർ. ഞങ്ങളുടെ പ്രതിനിധി സാനിയ മുനോമി തയ്യാറാക്കിയ റിപ്പോർട്ട്. സമയം ഇപ്പോൾ രാത്രി 10 മണി കഴിഞ്ഞു. KSRTC, അതായത് കോഴിക്കോട് KSRTC ടെർമിനലിലാണ് നമ്മളുള്ളത്. ഈ ടെർമിനലിൽ സ്ത്രീകളും അതുപോലെ പുരുഷന്മാരുമായ യാത്രക്കാരുടെയൊക്കെ അവസ്ഥ എന്താണ്? അവർക്ക് ഇരിക്കാനുള്ള സൗകര്യമുണ്ടോ? സ്ത്രീകൾക്ക് ആവശ്യമായ ടോയ്ലറ്റ് സംവിധാനങ്ങളുണ്ടോ? വിശ്രമമുറികളുണ്ടോ? അതുപോലെ ലൈറ്റ്, ആവശ്യത്തിന് വെളിച്ച സംവിധാനമുണ്ടോ എന്നൊക്കെ പരിശോധിക്കുകയാണ് നമ്മളിപ്പോൾ. വടകരയ്ക്കും കണ്ണൂരിനും പാലക്കാടിനുമൊക്കെ പോകുന്ന ബസ്സുകൾ നിർത്തിയിടുന്ന 15, 16 ആ ഒരു ബസ് ബേയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടുത്തെ വെളിച്ചം നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാവും. വളരെ വെളിച്ചക്കുറവുള്ളൊരു സ്ഥലമാണ്. മാത്രവുമല്ല, ആളുകളൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ്. ഇവർക്ക് ഇരിക്കാനുള്ള സൗകര്യം ഈ ഒരു KSRTC ടെർമിനൽ വളരെ കുറവാണ്. പ്രത്യേകിച്ച് സ്ത്രീകളടക്കമുള്ള ആളുകൾ ഇരിക്കുന്നുണ്ട്. ലേഡീസിനൊരു റെസ്റ്റ് റൂം ഇവിടെ ഉണ്ട്. ഞാനിപ്പോൾ ലേഡീസ് റൂമിൽ കയറി ഇറങ്ങിയതാണ്. അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ആകെ 3 കസേര മാത്രമുണ്ട്. വൃത്തിഹീനമായ സാഹചര്യമാണ്. ഫീഡിംഗ് റൂം ഉണ്ടെങ്കിലും അത് തുറന്നിട്ടില്ല. ലേഡീസ് റൂമിനുള്ളിൽ ടോയ്ലറ്റുകളില്ല. ടോയ്ലറ്റിൽ വേണമെങ്കിൽ ഒരു 100 മീറ്റർ അപ്പുറത്തേക്ക് KSRTCയുടെ മറുഭാഗത്തേക്ക് പോയി വേണം സ്ത്രീകൾക്ക് ടോയ്ലറ്റിൽ പോകണമെങ്കിൽ പോകാൻ എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം. എന്താ ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ സ്ഥലമില്ല? ഇരിക്കാൻ സ്ഥലം കിട്ടിയിട്ടേ വിശ്രമമുറി ഉണ്ടോ സ്ത്രീകൾക്ക് ഇവിടെ? അറിയോ? അതൊന്നും അറിയില്ല. ടോയ്ലറ്റ് സൗകര്യം ഉണ്ടോ? ടോയ്ലറ്റ് ഉണ്ടല്ലോ, വെളിച്ചം കുറവാണ്. രാത്രിയായാൽ തൊട്ടിൽപ്പാലം അടക്കമുള്ള പ്രധാനപ്പെട്ട റൂട്ടുകളിലേക്ക് വാഹനം വളരെ കുറവാണെന്നതും KSRTCയുടെ ഒരു സങ്കടകരമായ കാര്യമാണ്. ബസ് കൃത്യസമയത്ത് ഇതിൽ എത്തുന്നില്ല. KSRTCന്റെ ഭാഗത്തു നിന്നുള്ള ഒരു പോരായ്മ തന്നെയാണ്. ജെൻസിന്റെ ടോയ്ലറ്റ് ഒക്കെ എങ്ങനെയുണ്ട് ഇവിടെ? ടോയ്ലറ്റ് എന്ന് പറയുന്നത് വൃത്തിഹീനമാണ്. കാരണം പൊതുവേ എല്ലാ കോഴിക്കോട് മാത്രമുള്ള ഒരു കാര്യമല്ല. വ്യക്തമായി ചോദിച്ചാൽ കൗണ്ടറിൽ നിന്ന് ഒരു മറുപടി കിട്ടിയില്ല. ചൂടാകുക. എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വെറുത്ത് പറയും പോലെ പറയുക. ജില്ലയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കോഴിക്കോട് KSRTC ടെർമിനൽ എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ ചുരുങ്ങിയ സൗകര്യങ്ങൾ മാത്രമേ ഉള്ളൂ എന്നാണ് നമ്മുടെ നിരീക്ഷണത്തിൽ നിന്ന് മനസ്സിലായത്. മാത്രവുമല്ല, ഈ ബസ് സ്റ്റാൻഡിൽ ആളുകൾക്ക് ഇരിക്കാനുള്ള സൗകര്യം വളരെ കുറവാണ്. 100 കണക്കിന് ആളുകൾ എത്തുമ്പോൾ അത്ര തന്നെ ചെയറുകൾ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. കൂടാതെ പുരുഷന്മാരുടെ ടോയ്ലറ്റുകൾക്കും പ്രശ്നമുണ്ട്. മാത്രവുമല്ല, ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായി സ്ത്രീകളടക്കം എടുത്തു പറയുന്നത് ബസ്സിൻ്റെ സമയക്രമം പാലിക്കാത്തതും പല റൂട്ടുകളിലേക്കും ബസ് ഓടുന്നില്ല എന്നുള്ളതുമാണ്. അതുകൊണ്ട് തന്നെ ഈ ചെറിയ വെളിച്ച സംവിധാനമുള്ള ഈ ഒരു ടെർമിനലിൽ മണിക്കൂറുകളോളം കാത്തിരിക്കേണ്ട അവസ്ഥയാണ് സ്ത്രീകൾക്കടക്കം ഉണ്ടാകുന്നതെന്നാണ് നമുക്കിവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിവിധ KSRTC ഡിപ്പോകളിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധികൾ തത്സമയം പ്രേക്ഷകർക്കൊപ്പം ചേരുകയാണ്. ആദ്യം നമ്മൾ കോഴിക്കോട് KSRTC ബസ് ഡിപ്പോയുടെ വിവരങ്ങളാണ് പ്രേക്ഷകരുമായി പങ്കുവച്ചത്. കൊട്ടാരം പോലെ ഒരു KSRTC ഡിപ്പോ. പക്ഷേ ആ കെട്ടിടം നിർമ്മിച്ചത് മുതൽ ആ കെട്ടിടം ഇപ്പോൾ ഓപ്പറേറ്റ് ചെയ്യുന്ന ഘട്ടം വരെ അനാസ്ഥയുടെ നേർചിത്രമാണ് VS രഞ്ജിത്ത് പ്രേക്ഷകർക്ക് മുന്നിൽ വരച്ചു കാട്ടിയത്. VS രഞ്ജിത്തും ഒപ്പം സാനിയ മുനോമയുമാണ് തുടക്കത്തിൽ കോഴിക്കോട് നിന്നും നമുക്കൊപ്പം ചേരുന്നത്. ആദ്യം VS രഞ്ജിത്തിലേക്ക്. VS രഞ്ജിത്ത്, നമ്മൾ ഈ കാണിച്ച ദൃശ്യങ്ങളും ഈ കാണിച്ച കൊട്ടാരവും ഈ KTDFCക്ക് എത്രമാത്രം ബാധ്യതയാണ്, KSRTCക്ക് എത്രമാത്രം ബാധ്യതയാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം. ബസ് ഓടിക്കുന്നതിൽ പരാജയപ്പെട്ടു എന്നത് പോകട്ടെ, ഈ കണ്ണായ സ്ഥലത്ത് ഇത്രയും അധികം രൂപ 75 കോടി രൂപ ചെലവിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു കെട്ടിടം ഈ സർക്കാരിനും KTDFCക്കും ബാധ്യതയായി തീർന്ന കഥ അത് ഞെട്ടിപ്പിക്കുന്നതല്ലേ? മാത്രവുമല്ല, അവിടെയുള്ള ശുചിമുറികൾ, അവിടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ, ഇത് ആർക്കു വേണ്ടി ഈ കെട്ടിടം നിർമ്മിച്ചു എന്ന ചോദ്യവും പ്രധാനപ്പെട്ടതാണ്. മൊത്തം അടിമുടി അനാസ്ഥ മാത്രമാണോ, അതല്ല അതിൽ അഴിമതിയുടെ സാധ്യത നമുക്ക് കാണാൻ കഴിയുന്നുണ്ടോ?
ഡോക്ടർ അരുൺ, ഈ പടുകൂറ്റൻ കെട്ടിടം കോഴിക്കോട് നഗരത്തിൽ തല ഉയർത്തി എന്ന് പറയാൻ പറ്റില്ല, തല താഴ്ത്തി നിൽക്കുന്ന ഒരു പടുകൂറ്റൻ കെട്ടിടം അനാസ്ഥയുടെ സ്മാരകമായി, ഒരു ദുരന്ത സ്മാരകമായി ഇപ്പോൾ നിലനിൽക്കുകയാണ്. അരുൺ സൂചിപ്പിച്ച പോലെ ഇത് അനാസ്ഥ മാത്രമല്ല, ഇതിൽ അഴിമതിയും ഉണ്ട് എന്ന് നമുക്ക് സംശയിക്കേണ്ടി വരും. കാരണം ഈ നിർമ്മാണം പൂർത്തിയാക്കിയ ഈ കെട്ടിടം കോടികൾ വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുന്ന ഇത്തരം ഒരു പടുകൂറ്റൻ കെട്ടിടം കോഴിക്കോട് നഗരമധ്യത്തിൽ നിർമ്മിച്ചിട്ട് അതിൽ നിന്ന് ഒരു നയാ പൈസ വരുമാനം ഉണ്ടാക്കാൻ KSRTCക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും അനാസ്ഥ എന്ന് പറയുന്നത്. കാരണം 3,70,75,000 വരുന്ന ചതുരശ്ര അടിയാണ് ഈ കെട്ടിടത്തിനുള്ളത്. ഇത്രയും വലിയൊരു കെട്ടിടം സ്ക്വയർ ഫീറ്റ് കണക്കിന് വാടകയ്ക്ക് കൊടുത്താൽ പോലും കോടികൾ സർക്കാരിന് വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും. പക്ഷേ ഇതിപ്പോൾ കോടികൾ ബാധ്യതയായി മാറിയിരിക്കുന്നു. 75 കോടിയാണ് ഇതിൻ്റെ നിർമ്മാണ ചെലവായി ആ നിർമ്മാണം പൂർത്തിയാക്കുന്ന 2015 കണക്കാക്കിയതെങ്കിൽ ഈ 2015 നിർമ്മാണം പൂർത്തിയാക്കിയ ഈ കെട്ടിടം ഇപ്പോൾ 160 കോടിയാണ് KTDFC KSRTCയുടെ പേരിൽ ബാധ്യതയായി എഴുതി ചേർത്തുള്ളത്. KSRTCക്ക് കണക്ക് പ്രകാരം ബാധ്യത 3100 കോടി എന്നാണ് പറയുന്നത്. ആ കണക്കിൽ പക്ഷേ ഈ ബാധ്യത പെടില്ല എന്നുള്ളതാണ്. ഇത് ഒരു കെട്ടിടം, ഇതുപോലെ 4 കെട്ടിടങ്ങൾ KSRTC KTDFCയുടെ സഹായത്തോടു കൂടി നിർമ്മിച്ചിട്ടുണ്ട്. ആ 4 കെട്ടിടങ്ങൾക്കായി ഏകദേശം 500 കോടിയാണ് പലിശ സഹിതം വരുന്നത് എന്നാണ് നമുക്ക് KTDFCയിൽ നിന്ന് കിട്ടുന്ന കണക്ക്. എന്ന് പറഞ്ഞാൽ സർക്കാരിൻ്റെ അനാസ്ഥയുടെ ദുരന്ത സ്മാരകമായി ഈ കെട്ടിടം മാറുകയാണ്. മാത്രമല്ല ഇപ്പോഴിത് വാടകയ്ക്ക് കൊടുത്തിട്ടുള്ളത് കേവലം 32 ലക്ഷം രൂപ വാടകയ്ക്കാണ്. 17 കോടി രൂപയാണ് ഡെപ്പോസിറ്റായി സ്വീകരിച്ചിരുന്നത്. എന്നാൽ തുടക്കത്തിൽ പറഞ്ഞിരുന്നത് 50 ലക്ഷം രൂപ വാടകയും 50 കോടി ഡെപ്പോസിറ്റും എന്നാണ്. അതിപ്പോൾ കിട്ടിയിട്ടില്ല. ഇനിയിപ്പോൾ നിശ്ചയിച്ച വാടക കിട്ടുമോ? അതുമില്ല. കാരണം നിശ്ചയിച്ച വാടക കിട്ടണമെങ്കിൽ സർക്കാർ ഇതിൻ്റെ അറ്റകുറ്റപ്പണികൾ തീർത്തു കൊടുക്കണം. മദ്രാസ് IIT നടത്തിയ പഠനത്തിൽ പറയുന്നത് 30 കോടി ചെലവഴിച്ചാൽ മാത്രമേ ഇതിൻ്റെ അറ്റകുറ്റപ്പണികൾ നടക്കൂ എന്നുള്ളതാണ്. അങ്ങനെ 30 കോടി ചെലവഴിച്ച് അറ്റകുറ്റപ്പണി നടത്താൻ പണമില്ല എന്നാണ് സർക്കാർ പറയുന്നത്. അപ്പോൾ ഈ ദുരന്ത സ്മാരകം ഇനി എന്തു ചെയ്യും? പണമില്ലെങ്കിൽ ആരിത് നന്നാക്കും? ആരിതിന് വാടക പിരിക്കും? കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ണായ സ്ഥലത്തൊരു കെട്ടിട സമുച്ചയം കെട്ടിയുയർത്തി അത് ലാഭകരമായി കൊണ്ടു നടക്കാനും കഴിയില്ല എന്ന് തെളിയിക്കുന്നു. മാത്രമല്ല രഞ്ജിത്തെ നോക്കൂ, കോഴിക്കോട് വലിയ മാളുകളല്ല വലിയ ലാഭത്തിൽ പ്രവർത്തിക്കുമ്പോഴാണ് ഇത്രയും കണ്ണായ സ്ഥലത്ത് ഒരു വലിയ മാളിന് തുല്യമായിട്ടുള്ളൊരു കെട്ടിടം വന്നിട്ട് അതിൽ നിന്ന് അത് തന്നെ ബലക്ഷയമുണ്ട് എന്ന് ഞെട്ടിപ്പിക്കുന്ന വാർത്ത പുറത്തു വരുന്നതും അതുകൊണ്ട് ഒരു പ്രയോജനവും നമുക്ക് കിട്ടുന്നില്ല എന്ന കണ്ടെത്തലുണ്ടാവുന്നതും എത്രമാത്രം ദയനീയമാണ് അവസ്ഥ രഞ്ജിത്തെ? തീർച്ചയായിട്ടും ഇതിൻ്റെ 90% തൂണുകൾക്ക് ബലക്ഷയമുണ്ടെങ്കിൽ സർക്കാർ ആദ്യം ചെയ്യേണ്ടത് നിർമ്മിച്ച കമ്പനിയെ ബാൻ ചെയ്യണം, ഇത് നിർമ്മിച്ച ബിൽഡേഴ്സിനെ ബാൻ ചെയ്യണം, ഇതിന് പ്ലാൻ തയ്യാറാക്കിയ ആർക്കിടെക്റ്റിനെ ബാൻ ചെയ്യണം, അവരിൽ നിന്ന് പിഴ ഈടാക്കണം. കാരണം സർക്കാർ ഇത് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ഇതിനൊരു എഞ്ചിനീയർ ഉണ്ടാവും. ആ എഞ്ചിനീയർ ഇതിൻ്റെ കൃത്യമായിട്ട് ഇതിൻ്റെ ഓരോ തലത്തിലും ഇത് പരിശോധിക്കേണ്ടതാണ്. ഇപ്പോൾ പുറത്തു വരുന്ന കണക്ക് ഈ മദ്രാസ് IIT നടത്തിയ പഠനം എന്ന് പറയുന്നത് ഗുരുതരമായ കണ്ടെത്തലാണ്. ഇതിൻ്റെ 90% തൂണുകൾക്കും ബലക്ഷയമുണ്ട്, ഇതിൻ്റെ സ്ലാബുകൾക്ക് ബലക്ഷയമുണ്ട്. അങ്ങനെ സ്ലാബിനും തൂണിനും ബലക്ഷയമുള്ളൊരു കെട്ടിടം നഗരമധ്യത്തിൽ കെട്ടിപ്പൊക്കിയതിൻ്റെ ഉത്തരവാദിത്തം ആർക്കാണ്? ഈ 75 കോടി രൂപയുടെ മറുപടി ആര് പറയുമെന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും ഇത് കെട്ടി ഉയർത്തിയ എഞ്ചിനീയർക്കും ഇത് കെട്ടിപ്പൊക്കിയ ബിൽഡേഴ്സിനും ഇതിൻ്റെ പ്ലാൻ തയ്യാറാക്കിയ ആർക്കിടെക്റ്റിനും ഒക്കെ ഇതിന് ഉത്തരവാദിത്തമുണ്ട്. അവരിൽ നിന്ന് പിഴ ഈടാക്കാൻ ഒരു വിജിലൻസ് റിപ്പോർട്ട് ഉണ്ടായിരുന്നു. ആ വിജിലൻസ് റിപ്പോർട്ട് വെളിച്ചം കണ്ടിട്ടില്ല എന്നുള്ളത് കൂടിയാണ്. കാരണം ആ വിജിലൻസ് റിപ്പോർട്ട് പ്രകാരം പറയുന്നത് ഇതിൻ്റെ ആർക്കിടെക്റ്റിൽ നിന്ന്, ഇതിൻ്റെ എഞ്ചിനീയേഴ്സിൽ നിന്ന്, ഇതിൻ്റെ ബിൽഡേഴ്സിൽ നിന്ന് പണം ഈടാക്കണമെന്നുള്ള, പിഴ ഈടാക്കണമെന്നുള്ള ഒരു വിജിലൻസ് റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ട് ഇവിടെ പൂർത്തിവെച്ചിരിക്കുന്നു. അപ്പോൾ 75 കോടി, അതെനിക്ക് തോന്നുന്നു ഏറ്റവും ഒടുവിൽ പണി പൂർത്തിയാകുമ്പോൾ 90 കോടിയോ മറ്റോ ആയിട്ടുണ്ട്. 90 കോടി രൂപ ചെലവിൽ നിർമ്മിച്ചിട്ട് കോൺട്രാക്ടർ സ്ഥലം വിട്ടു, അതിൻ്റെ കരാർ എഞ്ചിനീയറുകാർ സ്ഥലം വിട്ടു. ഇപ്പോൾ ഇത് ഒരു അധിക ബാധ്യതയായി KTDFCയുടെ മുന്നിൽ നിൽക്കുന്നു. അതിനി KSRTC പണം കണ്ടെത്തേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാവുന്നു. KSRTC ആ അർത്ഥത്തിൽ ബസ് കൊണ്ട് മാത്രമല്ല കെട്ടിടം കൊണ്ടുകൂടി തകർച്ചയുടെ വക്കിലാണെന്ന് നമുക്ക് പറയാം. അപ്പോൾ ഈ വിജിലൻസ് റിപ്പോർട്ട് എന്തുകൊണ്ട് വെളിച്ചം കാണുന്നില്ല എന്നതും പ്രധാനപ്പെട്ട കാര്യമാണ്. KSRTC രക്ഷിക്കാൻ ഒരുപാട് പേർ ഒരു ഭാഗത്ത് ശ്രമിക്കുമ്പോൾ KSRTCയുടെ ഈ തകർച്ചയുടെ മറപറ്റി ഒരു വിഭാഗം ജീവിക്കുന്നുണ്ടെന്ന് കരുതാനാകുമോ രഞ്ജിത്ത്? തീർച്ചയായിട്ടും ഇതിൻ്റെ എഞ്ചിനീയേഴ്സ്, ഇതിൻ്റെ ബിൽഡേഴ്സ്, ഇത് നിർമ്മാണം നടത്തിയ ബിൽഡേഴ്സ്, അതുപോലെ ഇതിന് പ്ലാൻ തയ്യാറാക്കിയ ആർക്കിടെക്ട്സ് ഒന്നും ഇതിന് ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നില്ല. അവർ പറയുന്ന അവർ തയ്യാറാക്കിയ പ്ലാൻ പ്രകാരം നിർമ്മാണം നടത്തിയിട്ടുണ്ട്. KSRTCയുടെ എഞ്ചിനീയർമാർ ഓരോ ഘട്ടത്തിലും പരിശോധന നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ ബലക്ഷയമുണ്ട് എന്ന് പറയുന്ന കാര്യത്തെ അവർ അംഗീകരിക്കുന്നില്ല. ബലക്ഷയം ഇല്ല എന്നാണ് പറയുന്നത്. ഇനി ഇപ്പോൾ ഇതിൻ്റെ ആർക്കിടെക്റ്റ് പറയുന്ന രീതിയിൽ, ഇതിൻ്റെ ബിൽഡേഴ്സ് പറയുന്ന രീതിയിൽ ഇതിന് ബലക്ഷയമില്ല എങ്കിൽ ഈ ബലക്ഷയമുണ്ട് എന്നൊരു റിപ്പോർട്ട് എന്തിന് തയ്യാറാക്കി?
പൂർത്തിയാക്കി എന്നുകൂടി അറിയേണ്ടതുണ്ട്. കാരണം ഈ ബലക്ഷയമുണ്ട് എന്ന റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം, ഇതിൽ നിർമ്മാണത്തിൽ അപാകതകൾ ഉണ്ട് എന്ന റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷമാണ് ഇതിൻ്റെ മൂല്യം ഇടിഞ്ഞത് എന്നുള്ളതാണ്. നേരത്തെ 50 കോടിയും 50 ലക്ഷവും ഒക്കെ പറഞ്ഞിരുന്നെങ്കിൽ ആ വാടകയും നിരക്കും ഒക്കെ കുറഞ്ഞത് ഇത്തരത്തിലുള്ള അസൗകര്യങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞതിന് ശേഷമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ റിപ്പോർട്ട് ആർക്കു വേണ്ടി തയ്യാറാക്കി? ഈ റിപ്പോർട്ട് പ്രകാരമുള്ള ബലക്ഷയം ഇല്ല എങ്കിൽ എങ്ങനെ ഒരു റിപ്പോർട്ടുണ്ടായി? മറ്റൊരു ഏജൻസിയെ വെച്ച് പഠനം നടത്തിയിരുന്നോ? ഈ മദ്രാസ് IITയെ പൂർണ്ണമായും വിശ്വാസത്തിലെടുക്കുക മാത്രമാണോ ചെയ്യുന്നത്? അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഏജൻസി ഇതിനെക്കുറിച്ച് അന്വേഷിക്കുകയും എങ്കിലും ചെയ്യേണ്ടതല്ലേ? ഇത്തരത്തിൽ വലിയ അനാസ്ഥ സർക്കാരിന്റെ ഭാഗത്ത് 75 കോടി രൂപയ്ക്ക് ഒരു കെട്ടിടം നിർമ്മിക്കാൻ പദ്ധതിയിടുന്നു. 90 കോടിക്ക് കെട്ടിടം പൂർത്തിയാക്കുന്നു. കെട്ടിടം പൂർത്തിയാക്കി KTDFCക്ക് കിട്ടുമ്പോൾ കെട്ടിടത്തിന് ബലക്ഷയം എന്ന റിപ്പോർട്ട് വരുന്നു. 30 കോടി കൂടി മുടക്കിയാൽ മാത്രമേ ബലക്ഷയം പരിഹരിക്കാൻ കഴിയൂ എന്ന് IIT മദ്രാസ് പഠനം നടത്തുന്നു. തുടർന്ന് ആ കെട്ടിടത്തിന്റെ മൂല്യം ഇടിയുന്നു, അതിന്റെ വാടക ഇടിയുന്നു. 50 ലക്ഷം എന്നതിൽ നിന്ന് 32 ലക്ഷത്തിലേക്ക് വാടക മാറുന്നു. പക്ഷേ അടിസ്ഥാന സൗകര്യങ്ങളൊന്നും ആ കെട്ടിടത്തിൽ ലഭ്യവുമല്ലാതെയാവുന്നു. ആർക്കും വേണ്ടാതെ ഒരു കെട്ടിടമായി കോഴിക്കോട് നഗരത്തിൽ തല താഴ്ത്തി ലജ്ജിച്ചു നിൽക്കുന്നു കോഴിക്കോട്ടെ KSRTC ഡിപ്പോ എന്നുള്ളതാണ്. സാനിയ മനോമി നമുക്കൊപ്പം ചേരുന്നുണ്ട്. KSRTC സമുച്ചയത്തിന്റെ അകത്ത് മിനിമം വേണ്ടുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഒരുക്കാൻ കഴിയാതെയാണ് ഈ കൊട്ടാരം നിർമ്മിച്ചിരിക്കുന്നത്. സാനിയ മനോമി, നമ്മൾ ഞെട്ടിക്കുന്നതാണ്. പുറത്തുനിന്ന് കാണുമ്പോൾ ഒരു വലിയ മാളിന് പ്രതീതി തോന്നുന്ന ഒരു ബഹുനില സമുച്ചയം. പക്ഷേ ഉള്ളിലേക്ക് കയറിയാലോ ഈ സ്ത്രീകളുടേതടക്കം ശുചിമുറികളിൽ 2 കസേരകൾ മാത്രം, ആവശ്യത്തിന് വെളിച്ചവുമില്ല. മാത്രവുമല്ല വൈകുന്നേരം 7 മണിക്ക് ശേഷം തൊട്ടടുത്ത റൂട്ടുകളിലേക്കുള്ള സർവീസുകളും ഇല്ലാത്തൊരവസ്ഥയുണ്ടാവുന്നു. KSRTCയുടെ ഡിപ്പോയിൽ രാത്രിയിൽ സാനിയ മനോമി കണ്ട കാഴ്ചകൾ എന്താണ്? KSRTCയുടെ നിർമ്മാണത്തിലും അത് വാടകയ്ക്ക് കൊടുക്കുന്നതിലും അടക്കം അടിമുടി ദുരൂഹതയും അഴിമതി കഥകളും ഉണ്ടാവുമ്പോഴാണ് നമ്മൾ KSRTCയുടെ ഉള്ളിൽ നിന്ന്, അതായത് ടെർമിനലിൽ നിന്നുള്ള വിവരങ്ങൾ എടുക്കുന്നത്. ഇപ്പോൾ സമയം രാവിലെ 10:30. പക്ഷേ ഈ KSRTC ടെർമിനലിൻ്റെ നിർമ്മാണത്തിലെ ആദ്യ അപാകത എന്ന് പറയുന്നത് ഇവിടെ ഒരു വെളിച്ചവും ഈ പട്ടാപ്പകൽ പോലും ഇല്ല എന്നുള്ളത് തന്നെയാണ്. അതായത് ഈ നിർമ്മാണത്തിലെ ഏറ്റവും വലിയ അപാകതയായി ചൂണ്ടിക്കാട്ടേണ്ടത് അതാണ്. മറ്റൊന്ന്, ഈ തൂണുകൾ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം. ഈ തൂണുകൾ പലതും ഒരു സൗകര്യവുമില്ലാതെ, അതായത് 2 തൂണുകൾക്കിടയിലൂടെ ബസ്സിന് വരാനുള്ള സൗകര്യമില്ലാത്തതുകൊണ്ട് പലപ്പോഴും ബസ് ഇടിച്ച് തൂണുകൾ തകർന്ന സാഹചര്യമാണുള്ളത്. ഒരാഴ്ച മുൻപാണ് കനത്ത മഴയിൽ ഇവിടുത്തെ സീലിംഗ് അടർന്നു വീണ് ഈ KSRTC സ്റ്റാൻഡ് മുഴുവൻ വെള്ളത്തിലാവുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അത്തരത്തിൽ അസൗകര്യങ്ങളുടെ നടുവിലാണ് KSRTC സ്റ്റാൻഡ് എന്ന് വേണം പറയാൻ. ഇതിന്റെ നിലം നോക്കിയാൽ, അതായത് തറ നോക്കിയാൽ തന്നെ കാണാം, ഒരു മനുഷ്യനും നടന്നു പോകാൻ പോലും കഴിയാത്ത വിധത്തിൽ മഴവെള്ളം വന്ന്, ഇത് എവിടുന്നാണ് വരുന്നതെന്ന് പോലും കണ്ടുപിടിക്കാൻ കഴിയാത്ത തരത്തിൽ മഴവെള്ളം വന്ന് ഇവിടെ അടിഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത്. മറ്റൊന്ന്, നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ ഇരിക്കാനുള്ള സൗകര്യം ഇപ്പോൾ യാത്രക്കാർ കുറവാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒന്നുകൂടി ഒന്ന് കാണിച്ചു കൊടുക്കാം സാനിയോ. 75 കോടി രൂപ ചെലവിട്ട് അവസാനം 90 കോടിയായ ഒരു കെട്ടിടത്തിന്റെ അവസ്ഥയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണുന്നത്. മഴയൊന്ന് പെയ്യുമ്പോഴേക്കും ആ KSRTC ഡിപ്പോയുടെ ഉൾവശത്തിന്റെ അവസ്ഥ നോക്കൂ. ആവശ്യത്തിന് വെളിച്ചമില്ലെന്ന് മാത്രമല്ല, ആ തറ കിടക്കുന്നത് നോക്കൂ. എത്രമാത്രം മലിനമായും എത്രമാത്രം ശുചിത്വമില്ലാതെയുമാണ് അവിടെ നിൽക്കുന്നത്. വെളിച്ചമില്ലാതെ നിൽക്കുന്നു. ആവശ്യത്തിന് കസേരകളില്ല. ആവശ്യത്തിന് വെളിച്ചം പോലും ഇല്ലാത്തൊരു സാഹചര്യം ഉണ്ടാവുന്നു എന്നുള്ളതാണ്. അതായത് ഇതിന് മെയിൻ്റനൻസ് പോലും കൃത്യമായി നടക്കുന്നില്ല, അല്ലേ സാനിയോ? ഒരു മെയിൻ്റനൻസ് നടക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ വഴിക്കടവ് ബസ്സാണ് ഈ വെള്ളത്തിൽ ഇങ്ങനെ നിർത്തിയിട്ടിരിക്കുന്നത്. ആളുകൾക്ക് വഴിക്കടവിലേക്ക് പോകേണ്ട ബസ്സിൽ കയറണമെങ്കിൽ ഈ വെള്ളക്കെട്ട് താണ്ടി വേണം പോകാൻ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതായത് യാതൊരു തരത്തിലും ഈ KSRTC സ്റ്റാൻഡിനെ ശ്രദ്ധിക്കാത്ത തരത്തിലാണ് ഈ നിർമ്മാണവും അതുപോലെ അതിൻ്റെ പിന്നീടുള്ള മെയിൻ്റനൻസും ഒക്കെ എന്ന് വേണം പറയാൻ. കാരണം മറ്റൊരു കാഴ്ച ഇവിടെ അതായത് ഇവിടെ ചോരുന്നു. അതായത് KSRTC ബസ് സ്റ്റാൻഡ് ടെർമിനൽ, ഇത്രയും കോടികൾ ചെലവഴിച്ച് നിർമ്മിച്ച ബസ് ടെർമിനൽ ചോർന്നൊലിക്കുന്ന കാഴ്ച. ഇങ്ങനെയാണ് വെള്ളം ഇവിടേക്ക് വരുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മറ്റൊന്ന്, അങ്ങനെ വേണമെങ്കിലും പറയാം. 75 കോടി രൂപ. ക്യാമറ കുറച്ചു നേരം കൂടി അവിടെ ഫോക്കസ് ചെയ്ത് നിർത്തി നോക്കൂ. എത്ര കാലമായിട്ടുണ്ടാവും ഈ കെട്ടിടം നിർമ്മിച്ചിട്ട് സാനിയോ? ഈ കെട്ടിടം നിർമ്മിച്ചിട്ട് 10 വർഷമെങ്കിലും ആയെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വെറും 10 വർഷം കൊണ്ട് ആണ് ഈ ചോർച്ചയും അതുപോലെ ഈ വെള്ളക്കെട്ടും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഇവിടെയുള്ള ലെയറിങ്, അതായത് സീലിങ്ങിന് അടിച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ ഈ മഴവെള്ളം കാരണം തകർന്ന് താഴെ വീഴുന്നു. യാത്രക്കാർക്ക് ഇവിടെ നിൽക്കാൻ പോലും കഴിയില്ല. കാരണം എപ്പോഴാണ് ഈ സീലിംഗ് തകർന്ന് താഴെ വീഴുക എന്നുള്ളത് യാതൊരു ഉറപ്പുമില്ലാത്ത കാര്യമാണ്. നേരത്തെ പറഞ്ഞതുപോലെ തൂണുകൾ അല്പം പോലും വീതിയില്ലാതെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് കോഴിക്കോട് KSRTC ബസ് സ്റ്റാൻഡ് വാട്ടർ
ഹാർവസ്റ്റിങ്ങിന് ശ്രമിക്കുന്നത് പോലെയാണ്. ഇപ്പോൾ നമ്മൾ കാണുന്നത് യഥാർത്ഥത്തിൽ നീന്തൽക്കുളമാണോ, വാട്ടർ ഹാർവസ്റ്റിംഗ് ആണോ, മ്യൂസിക് ഫൗണ്ടൻ ആണോ എന്ന് പോലും നമുക്ക് തിരിച്ചറിയാത്ത അവസ്ഥയിൽ പരിതാപകരമാണ് കോഴിക്കോട് ബസ് സ്റ്റാൻഡിന്റെ അവസ്ഥ. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മുകളിൽ നിന്ന് വെള്ളം ഒന്ന് മഴ പെയ്താൽ ഉള്ളിലേക്ക് ചോർന്നൊലിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. ഒന്നും രണ്ടുമല്ല, 90 കോടി രൂപ സാധാരണക്കാരന്റെ നികുതി പണത്തിൽ നിന്ന് കെട്ടിയുണ്ടാക്കിയ കെട്ടിടമാണ്. ഒരു കൊട്ടാരം പോലെ പുറത്തുനിന്ന് കാണുന്ന കെട്ടിടം. നിർമ്മാണ കരാറുകാരനെതിരെ നടപടിയെടുക്കണമെന്നുള്ള വിജിലൻസ് റിപ്പോർട്ട് പൂഴ്ത്തി സാധാരണക്കാരന്റെ പണം എങ്ങനെ അടിച്ചുകൊണ്ട് പോകുന്നു എന്നതിന്റെ ഏറ്റവും കൃത്യമായിട്ടുള്ള നേർചിത്രമാണ് കാണുന്നത്. സാനിയോ, ആ ദൃശ്യങ്ങൾ തന്നെ നമ്മളെ വല്ലാതെ ഭയപ്പെടുത്തുന്നവയാണ്. മാത്രമല്ല അവിടെയൊക്കെ ക്രാക്ക് രൂപപ്പെട്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. മുകളിൽ നിന്ന് വെള്ളം ഒലിച്ചിറങ്ങുന്നുണ്ട്. അത് ബഹുനില കെട്ടിടമാണ്. ഏറ്റവും മുകളിലുള്ള വെള്ളമാണെങ്കിൽ പോലും അത് താഴേക്ക് ഒലിച്ചിറങ്ങുന്നുണ്ടെങ്കിൽ എത്രമാത്രം ഭിത്തികളിൽ ഇത് ബലക്ഷയം ഇതിനകം തന്നെ ഉണ്ടാക്കിയിരിക്കുമെന്നതും ചോദ്യമല്ലേ സാനിയോ? അതെ, അങ്ങനെ വേണം പറയാൻ. കാരണം 8 നിലയിൽ മേലെയുള്ള കെട്ടിടമാണ്. ഇത്തരത്തിൽ വെള്ളം ഒലിച്ചിറങ്ങുന്നത്, സീലിംഗ് അടക്കം തകർന്നു വീഴുന്ന ഒരു സാഹചര്യം. വെള്ളം ഒലിച്ചിറങ്ങുന്നതുകൊണ്ട് സീലിംഗ് നിർമ്മിച്ച വസ്തു തകർന്ന് ആളുകളുടെ മേലേക്ക് വീഴുന്നു. ആളുകൾക്ക് നടക്കാൻ കഴിയാത്ത സാഹചര്യം. ഇപ്പോൾ യാത്രക്കാരൻ നമുക്കൊപ്പം ഉണ്ട്. എന്താ പറഞ്ഞിരുന്നത് നിങ്ങൾ? ഇവിടെ മൊത്തം ലീക്കാണ് കാണാനുള്ളത്. എന്ത് ചെയ്യാനപ്പോൾ ജനങ്ങളെല്ലാവരും പൊട്ടന്മാരായിട്ട് ജീവിക്കുക ഇവിടെ. ബാക്കിയുള്ള ആളുകൾ ഇതിൻ്റെ കോൺട്രാക്ട്സ് എല്ലാവരും ചെയ്ത ആളുകളെല്ലാവരും നല്ല സുഖമായിട്ട് വീട്ടിൽ കിടന്നുറങ്ങുന്ന ലക്ഷങ്ങൾ പോക്കറ്റിലാക്കിയിട്ട് ഇവിടെ ഇങ്ങനെ മുഴുവൻ വെള്ളമാണ്. അതായത് ഉദാഹരണത്തിന് ഈ വഴിക്കടവ് ബസ്സിലേക്ക് പോകേണ്ട ഒരാൾ, അവർ ഈ വെള്ളം താണ്ടി വേണം പോകാൻ, അല്ലേ? തീർച്ചയായിട്ടും വെള്ളത്തിൽ കൂടെ നടന്നു പോകണം. കുട്ടികളും ചെറിയ കുട്ടികളും പെണ്ണുങ്ങളും എല്ലാവരും ഉണ്ട്, ഇഷ്ടമുള്ള ആളുകളെല്ലാവരും ഉണ്ട്. എല്ലാവരും ഈ വെള്ളത്തിൽ കൂടെ വണ്ടി പോകേണ്ടി വരും. വേറെ രക്ഷയില്ല, എന്ത് ചെയ്യാനപ്പോൾ? ഇത് വലിയൊരു അഴിമതിയാണ് ഇവിടെ നടന്നിരിക്കുന്നതെന്നൊരു തോന്നൽ സാധാരണക്കാരൻ എന്ന നിലയിൽ താങ്കൾക്കുണ്ടോ? സാധാരണ എല്ലാവർക്കും അറിയാം അത് അഴിമതിയാണ്. അഴിമതിൻ്റെ അപ്പുറം അഴിമതിയാണ് കിടക്കുന്നതെന്നുള്ള എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പിന്നെ ഇത് ആർക്കും പ്രതികരിക്കാൻ പറ്റില്ല. പ്രതികരിച്ചാൽ അവരെല്ലാവരും നേരെ ജയിലിലേക്ക് പോകേണ്ടി വരും. അതാണ് ശരിയാണ് സാനിയോ. ഈ KSRTC ബസ് സ്റ്റാൻഡിലൂടെ മന്ത്രിമാരോ അതല്ലെങ്കിൽ സമൂഹത്തിൽ വലിയ സ്വാധീനശേഷിയുള്ളവരോ ഒന്നും സഞ്ചരിക്കണമെന്നില്ല. ഈ പൊതുഗതാഗതം പരമാവധി ഉപയോഗപ്പെടുത്തി സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരാണ്. അവർക്കെന്തുമാകാം എന്ന നിലയിലാണ് ആ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഒരിക്കൽ കൂടി ഞാൻ തിരിച്ചു വരാം സാനിയോ. കുറച്ചുകൂടി ദൃശ്യങ്ങൾ അവിടെ നിന്ന് പടർത്തു. മാത്രവുമല്ല അവിടെ വേണ്ടത്ര രീതിയിൽ ശുചിമുറികളൊക്കെ പരിപാലിക്കുന്നുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ കൂടി നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാവുന്നതാണ്. കോഴിക്കോട് ഡിപ്പോയുടെ ചിത്രമാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ കണ്ടത്. 90 കോടി രൂപ മുടക്കി നിർമ്മിച്ച ഒരു കെട്ടിടം 10 വർഷത്തിനുള്ളിൽ ചോർന്നൊലിക്കുക മാത്രമല്ല അതിൻ്റെ 90% തൂണുകൾക്കും ബലക്ഷയമുണ്ടെന്നും റിപ്പോർട്ട് വന്നിരിക്കുന്നു. 50 ലക്ഷം വാടക നിശ്ചയിച്ചെങ്കിലും അതിൻ്റെ പാതി പോലും ലഭിക്കാനാവാത്ത അവസ്ഥയിലാണ് സർക്കാർ നിൽക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ അനാസ്ഥ ഇങ്ങനെ തുടരുന്നത്? ഇത് കോഴിക്കോട്ടെ മാത്രം കഥയല്ല. ദിനം പ്രതി 1000-ലധികം ബസ്സുകൾ സർവീസ് നടത്തുന്ന തൃശൂർ KSRTC ബസ് സ്റ്റാൻഡ് എല്ലാ അർത്ഥത്തിലും ദുരിതങ്ങളുടെയും പരിമിതികളുടെയും ഒരു സ്റ്റാൻഡാണ്. നിലവിലത്തെ കെട്ടിടം പൊളിച്ച് പുതിയത് പണിയണമെന്ന് തുടങ്ങി നിരവധി ആവശ്യങ്ങളുണ്ട് തൃശ്ശൂരിൽ. പക്ഷേ ഒന്നും നടക്കുന്നില്ല. ജെയ്സൺ ചാമോളപ്പിൽ ചേരുന്നു തൃശൂർ KSRTC ഡിപ്പോയിൽ നിന്ന്. ഒപ്പം P. ബാലചന്ദ്രൻ MLA ഉണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. ആദ്യം ജെയ്സണിലേക്ക് പോകുന്നു. ജെയ്സൺ, കോഴിക്കോട് കണ്ട കാഴ്ച ഇതാ ഇപ്പോൾ മഴ പെയ്യുമ്പോൾ ഒരു തുള്ളി പുറത്തു പോകാതെ എല്ലാം അകത്ത് വീഴുന്ന രീതിയിലാണ് കോഴിക്കോട്ടെ അനാസ്ഥയുടെ ചിത്രം ഇപ്പോൾ സാനിയോ ചൂണ്ടിക്കാണിച്ചത്. എന്താണ് തൃശ്ശൂരിൽ നമ്മൾ കണ്ട കാഴ്ചകൾ? ഡിപ്പോയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ എത്രത്തോളമുണ്ട് തൃശ്ശൂരിൽ? അരുൺകുമാർ, തൃശ്ശൂർ ഡിപ്പോയിൽ ഒരു സംവിധാനങ്ങളും ഇല്ല എന്നതാണ് ഒറ്റ വാക്കിൽ പറയാവുന്നത്. പരിമിതികളുടെ വലിയൊരു കൂടാരമാണ് തൃശ്ശൂർ സ്റ്റേഷൻ. ഇപ്പോൾ ഇവിടുത്തെ ജീവനക്കാർ തന്നെ നിരവധി പരാതികൾ നൽകി കഴിഞ്ഞു. അവിടെ തല ഉയർത്തി നിൽക്കുന്ന ഒരു കെട്ടിടം അഴിമതിയുടെ കെട്ടിടമാണെങ്കിൽ ഇവിടെ ഒരു ശരിയായ രീതിയിൽ ഒരു കെട്ടിടം പോലുമില്ലാത്ത ഒരു സ്ഥിതിയിലാണ് KSRTC. വാഹനങ്ങൾ മണിക്കൂറുകളോളം ക്യൂ കിടക്കേണ്ട സ്ഥിതിയാണ്. മറ്റ് സ്ഥലങ്ങളിൽ സ്റ്റാൻഡിലേക്ക് വാഹനം കയറാനുള്ള സൗകര്യമുണ്ടെങ്കിൽ ഇവിടെ അത്തരത്തിലുള്ള സൗകര്യം പോലുമില്ല. ഏകദേശം തിരക്കുള്ള സമയമൊക്കെയാണെങ്കിൽ 3/4 മണിക്കൂറിലധികം ഈ KSRTC സ്റ്റാൻഡിന് ഒരു വൈറ്റ്ല ജംഗ്ഷൻ്റെ സ്ഥിതിയിലേക്ക് എത്തും. ഇപ്പോൾ സ്ഥലം MLA നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഈ തൃശ്ശൂരിൽ ഈ KSRTC സ്റ്റാൻഡ് ഒരു ദുരിത കേന്ദ്രമാണ് സത്യത്തിൽ. എന്താ അതിനൊരു പരിഹാരം? ഇതിലിപ്പോൾ ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ചാൽ മധ്യ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഓപ്പറേഷൻ നിർവഹിക്കുന്ന ഒരു ബസ് സ്റ്റാൻഡാണിത്. മാത്രമല്ല 1700ഓളം ബസ്സുകൾ ഇവിടെ ഈ സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് കയറി ഇറങ്ങുന്നുണ്ട്. ഈ സ്റ്റേഷൻ്റെ പ്രധാന പ്രശ്നം സ്ഥലപരിമിതിയാണ്. സ്ഥലപരിമിതി ഏറ്റവും കൂടുതൽ റഷുള്ള സമയത്ത് അപകട സാധ്യത വളരെ കൂടുതലാണ്. ഒരു 3-4 പേര് ഈ കഴിഞ്ഞ വർഷങ്ങളിലായി ഇവിടെ ബസ് തട്ടി മരിച്ചിട്ടുണ്ട്. ബസ് പിന്നിലേക്ക് എടുക്കുമ്പോൾ നിരവധി അപകടങ്ങൾ, ബസ്സുകൾ പരസ്പരം കൂട്ടിമുട്ടി ഉണ്ടാവുന്നുണ്ട്. മാലിന്യ സംസ്കരണത്തിന്
വഴികളില്ല, ഡ്രൈനേജ് ഇല്ല, കുടിവെള്ളത്തിൻ്റെ പ്രശ്നമുണ്ട്. മാത്രമല്ല ഈ ബസ് സ്റ്റാൻഡ് പണിതതിന് ശേഷം യാതൊരു റിനോവേഷനും നടത്തിയിട്ടില്ല. അങ്ങനെ വളരെ വളരെ ദുരിതപൂർണമായ ഒരവസ്ഥയിലൂടെയാണ് ബസ് സ്റ്റാൻഡ് കടന്നു പോകുന്നത്. പ്രധാന പ്രശ്നം സ്ഥലപരിമിതിയാണ്. ഇപ്പോൾ MLAയുടെ ഫണ്ടിൽ നിന്ന് 4 കോടി രൂപ നീക്കിവെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് കെട്ടിടത്തിൻ്റെ റിനോവേഷൻ നടത്താൻ മാത്രമേ പറ്റുള്ളൂ. ഗവൺമെൻറ്റിൻ്റെ പ്രത്യേക ശ്രദ്ധ ഇതിൻ്റെ എൻട്രൻസ് ഒന്നുകൂടി മറ്റ് തെക്ക് ഭാഗത്ത്. ഇതിനകത്ത് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്ന ഒരു ഭാഗം കണ്ടത്, നമ്മൾ ഇതിൽ കടക്കുന്നിടത്ത് തന്നെ ഒരു പെട്രോൾ പമ്പ് പണിത് വെച്ചിരിക്കുകയാണ്. എത്രമാത്രം ദീർഘവീക്ഷണം ഇല്ലാതെയാണ് അത് പണിതിരിക്കുന്നത്. അല്ല, പെട്രോൾ പമ്പ് പണിതത് ബസ്സുകൾക്ക് ഫ്യൂവൽ നിറയ്ക്കാനും അതുപോലെ തന്നെ അന്യ വാഹനങ്ങൾക്ക് ഫ്യൂവൽ നിറയ്ക്കാനും ഒക്കെ സഹായകരമാകുമെന്ന് വെച്ചിട്ടാണ്. പക്ഷേ സ്ഥലപരിമിതി വളരെയുള്ള ഇവിടെ ഒരു പെട്രോൾ പമ്പ് വന്നതോടുകൂടി എൻട്രൻസ് ഒരു വഴി മാത്രമായി. 1700 ബസ്സുകൾ ഒരു വഴിക്ക് വന്ന് മറ്റൊരു വഴിക്ക് പോവുകയാണിപ്പോൾ. മറ്റത് 2 വഴിയിലൂടെയും ബസ് വന്നിരുന്നപ്പോൾ കൂടുതൽ കഞ്ചഷൻ ഉണ്ടായിരുന്നു. കഞ്ചഷന്റെ കാര്യത്തിൽ ഒരു കുറവുണ്ട്. MLA എന്ന നിലയിൽ എന്ത് പ്രഖ്യാപനമാണ് ഇപ്പം നടത്തുന്നത്? ഇപ്പം നമ്മൾ എല്ലാ സംസ്ഥാനത്തിൻ്റെ ഒട്ടുമിക്ക എല്ലാ KSRTC ഡിപ്പോകളിൽ നിന്നും ഈ അവിടുത്തെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. ഇവിടെ നമ്മളൊന്ന് വന്ന് കാണുമ്പോൾ ഇത്രയൊന്നും പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇവിടെ അരമണിക്കൂർ നിന്നാൽ അതീവ ദയനീയമായ അവസ്ഥയാണ്. ഏത് സമയത്തും അപകടത്തിൽ ആളുകൾ മരിക്കാം, വാഹനങ്ങൾ ഒരു അടി മുന്നോട്ട് എടുക്കാൻ കഴിയാത്ത സ്ഥിതി. എന്ത് പ്രഖ്യാപനമാണ് ഇപ്പം നടത്താൻ പറ്റും? ജെയ്സൺ പറഞ്ഞത് വളരെ ശരിയാണ്. എന്തായാലും ഈ അടുത്ത ആഴ്ച തന്നെ ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ ഗണേഷ് ഇവിടെ സന്ദർശിക്കുക മാത്രമല്ല MLA ഫണ്ടിൽ നിന്ന് 4 കോടിയോളം രൂപ, കൂടാതെ ട്രാൻസ്പോർട്ട് വകുപ്പിൽ നിന്ന് പ്രത്യേക പരിഗണന നൽകി പരിരക്ഷിക്കേണ്ട സ്ഥലപരിമിതി അടക്കമുള്ള കാര്യങ്ങൾ അതിനെക്കുറിച്ച് ആലോചിക്കേണ്ട. യാത്രക്കാരുടെ പ്രതികരണങ്ങൾ കൂടി എടുക്കാവുന്നതാണ്. മാത്രമല്ല 1700ഓളം ബസ്സുകൾ വന്നു കയറുന്ന തൃശ്ശൂർ ഡിപ്പോയിൽ ഈ യാത്രക്കാർക്ക് എത്ര സീറ്റുകൾ ഉണ്ടിരിക്കാൻ അത് നമുക്കൊന്ന് എണ്ണി നോക്കിയാൽ തന്നെ അവിടുത്തെ പരിമിതി ബോധ്യപ്പെടുന്നതാണ്. അവിടെ യാത്രക്കാർക്ക് ഡീസൻ്റായി യാത്ര ചെയ്യാൻ പറ്റിയ സംവിധാനം എന്താണ് തൃശ്ശൂർ ഡിപ്പോയിലുള്ളത്? അവിടെ യാത്രക്കാർക്ക് ഇരിക്കാനുള്ള മുറി, അവരുടെ ശുചിമുറി സൗകര്യങ്ങൾ, അവിടെ അവരുടെ റിഫ്രഷ്മെൻറ്റ്, വാഹനം നിർത്തിയാൽ അടുത്ത വാഹനം നോക്കി പോകാനുള്ള ഒരു സംവിധാനം, ഇതൊക്കെ തൃശ്ശൂരിൽ എത്രത്തോളം ഉണ്ട്? ഏറ്റവും കൂടുതൽ ബസ്സുകൾ കയറി ഇറങ്ങി പോകുന്ന ഡിപ്പോയിലൊന്നാണ് തൃശ്ശൂർ ഡിപ്പോ. ആ ഡിപ്പോയുടെ ചിത്രമാണ് പ്രേക്ഷകർ കാണാൻ പോകുന്നത്. ജെയ്സൺ ചമോളപ്പിലാണ് നമുക്കൊപ്പം ചേരുന്നത്. ജെയ്സൺ, നമുക്കാദ്യം സീറ്റുകൾ എണ്ണി തന്നെ തുടങ്ങാമെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു 1700ഓളം ബസ്സുകളാണ് KSRTC ഡിപ്പോ തൃശ്ശൂരിൽ ഒരു ദിവസം വന്നു പോകുന്നത്. ആ ബസ്സുകൾ പിടിക്കാൻ വേണ്ടി യാത്രക്കാർ മണിക്കൂറുകളോളം നിൽക്കേണ്ടി വരുന്നൊരു സാഹചര്യമുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. എത്രമാത്രം അശാസ്ത്രീയമായിട്ടാണ് ആ ബസ്സിൻ്റെ വെയിറ്റിംഗ് ഷെഡ്യൂൾ. മാത്രമല്ല കഴിഞ്ഞ 10 വർഷമായിട്ട് വലിയ നവീകരണമൊന്നും തൃശ്ശൂർ ഡിപ്പോയിൽ ഉണ്ടായിട്ടേ ഇല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, അല്ലേ? തീർച്ചയായും. ഇപ്പോൾ നമുക്ക് MLAയും ഇവിടുത്തെ സ്റ്റാഫും ഉൾപ്പെടെയുള്ളവരുടെ താഴെ നിന്നും തുടങ്ങാം, ഭൂമിയിൽ നിന്നാണ് തുടങ്ങേണ്ടത്. ഇവിടുത്തെ KSRTC ബസ് സ്റ്റാൻഡിൻ്റെ തറയാണ് ഈ കാണുന്നത്. പൊട്ടിപ്പൊളിഞ്ഞ് എന്നിട്ട് മെറ്റൽ രൂപത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. തൃശ്ശൂർ KSRTC ബസ് സ്റ്റാൻഡ് എന്ന് പറയുന്നത് കോഴിക്കോട്ടേക്കും പാലക്കാട്ടേക്കും പോകുന്ന ഒരു പ്രധാന ജംഗ്ഷനാണ്. ആയിരക്കണക്കിന് ബസ്സുകൾ, 1700 ബസ്സുകൾ ഒരു ദിവസം വരുമ്പോൾ എത്ര യാത്രക്കാരുണ്ടാകുമെന്ന് നമുക്ക് സാമാന്യം കണക്ക് കൂട്ടാൻ പോലും പറ്റാത്ത അത്ര യാത്രക്കാർ വരുന്ന ഒരു ബസ് സ്റ്റാൻഡിൻ്റെ സ്ഥിതിയാണ് ഇപ്പോൾ നാം കാണുന്നത്. ഇവിടെ കുറച്ച് കസേരകളൊക്കെ ഇവിടേക്ക് അവർ താൽക്കാലികമായി തയ്യാറാക്കിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഒരു ദിവസം എത്ര യാത്രക്കാർ വരും? ഇവിടുത്തെ സ്റ്റാഫ് തന്നെ ചോദിക്കും, ഇവിടെ അറൗണ്ട് എത്ര യാത്രക്കാരുണ്ടാവും? 5000-ൽ കൂടുതലല്ലേ? 50,000-ഓളം യാത്രക്കാർ വരുന്നുണ്ട്. അന്യ സംസ്ഥാനക്കാർ ഒരു ട്രെയിനും വന്നാൽ ഈ സ്റ്റാൻഡ് നിറയണ്. ഓരോ ട്രെയിൻ വരുമ്പോഴും സ്റ്റാൻഡ് നിറയണ്. രാത്രി ഇവിടെ വന്ന് കാണുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അത്രയ്ക്കും ക്രൗഡാണ് രാത്രി സമയങ്ങളിൽ. കാരണം വെച്ചാൽ അന്യ സംസ്ഥാനക്കാർക്ക് ഒരു ഹബ്ബാണ്. ഇവിടെ വന്ന് ഇറങ്ങിയിട്ട് വേണം ഇവിടുന്ന് മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് പോകാനായിട്ട്. അപ്പോൾ അത് ഇപ്പം നമുക്ക് കണ്ട അതീവ ദയനീയമാണ്. തറ പോലും നേരെയാക്കാത്ത ഒരു KSRTC ബസ് സ്റ്റാൻഡ്. ഇത്രയും മോശമായ ഒരു KSRTC ബസ് സ്റ്റാൻഡ് എനിക്ക് തോന്നുന്നില്ല വേറെ എവിടെയെങ്കിലും ഉണ്ടാവുന്നു. ഒരു മെയിൻ്റനൻസും ഇല്ലാതെ എത്രയോ കാലമായി തുടങ്ങുന്നത്. ഏത് വർഷമാണ് പണിതുണ്ടാവുന്നത്? ധാരണയുണ്ട് സാറേ? ഒരു 1970-ക്ക് മുമ്പ്, 70-ന്റെ സമയത്തായിരിക്കും. അതിനുശേഷം ഒരു മെയിൻ്റനൻസ് കൂടെ നടന്നിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം. ചെറിയ മെയിൻ്റനൻസുകൾ നടന്നിട്ടുണ്ട്. നമ്മൾ നിൽക്കുന്ന ഈ തറ പോലും നേരെ ചെയ്യപ്പെടുന്നിട്ടില്ല. ഇവിടെ അറ്റകുറ്റപ്പണികൾ നടക്കാറുണ്ട്. പക്ഷേ സ്ഥിരമായി ഒരു രീതിയിലുള്ള ഒരു വികസനം ഇവിടെ വന്നിട്ടില്ല എന്നുള്ളത് ശരിയാണ്. നമ്മുടെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ 1/3 സ്ഥലമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ.
ആദ്യകാലത്ത് ഇവിടെ വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു. ഇപ്പോൾ വർക്ക്ഷോപ്പിൻ്റെ പ്രവർത്തനവും അവതാളത്തിലായ മട്ടാണ്. കാരണം ജോലിക്കാർക്ക് ജോലി ചെയ്യാനുള്ള സൗകര്യമില്ല, വണ്ടികൾക്ക് തന്നെ വന്നു പോകാനുള്ള സൗകര്യമില്ല. ഒരു ട്രെയിൻ നമ്മളിപ്പോ കാണുന്ന ക്യാമറ ദൃശ്യത്തിൽ കാണുന്നു മുകളിൽ നിന്ന് പൊട്ടി അടർന്നു വീണിരിക്കുന്ന ഒരു ഭാഗം കാണുന്നുണ്ട് സീലിംഗിൽ നിന്ന്. ജേസൺ നോക്കൂ, ആ ദൃശ്യങ്ങൾ നോക്കൂ. നമ്മുടെ ക്യാമറ ഫോക്കസ് ചെയ്യുന്ന സ്ഥലത്ത് ടോയ്ലറ്റിന് ഇരിക്കുന്നതിന്റെ മുകൾ ഭാഗത്ത് അടർന്നു വീണിരിക്കുന്നു. അത് ഏതെങ്കിലും ഒരാളുടെ തലയിൽ വീണിട്ടുണ്ടാവില്ലേ ഒരുപക്ഷെ? തീർച്ചയായും ഇത് KSRTC ബസ് സ്റ്റാൻഡ് എന്ന് പറയുന്നത് തൊട്ടടുത്ത് റെയിൽവേ സ്റ്റേഷനാണ്. ഇപ്പോൾ ഇവർ തന്നെ ജീവനക്കാർ തന്നെ MLA പറഞ്ഞു കഴിഞ്ഞു, ഒരു ട്രെയിൻ അവിടെ വന്ന് നിന്ന് കഴിഞ്ഞാൽ ആയിരക്കണക്കിന് ആളുകളാണ് ഇറങ്ങി ഇങ്ങോട്ട് തൊട്ടടുത്തുള്ള ബസ് സ്റ്റാൻഡിലേക്ക് വരുന്നത്. ക്യാമറയിൽ ആ ദൃശ്യങ്ങൾ കാണുന്നുണ്ട്. ആ ബസ് വന്ന് നിർത്തിയിട്ടിരിക്കുന്ന ടെർമിനലിന് തൊട്ട് മുൻപുള്ള സ്ഥലമാണ്. ഇവിടുന്നൊക്കെ ഈ കോൺക്രീറ്റ് പാളി അടർന്നു വീണതല്ലേ താഴേക്ക്? അത് ഒരു നമ്മുടെ ഈ കെട്ടിടത്തിന്റെ ഡിസൈനിൽ അല്ല, തീർച്ചയായും കുമാർ, മുകളിലും പൊട്ടിപ്പൊളിഞ്ഞതാണ്, താഴെയും പൊട്ടിപ്പൊളിഞ്ഞതാണ്. ഇവിടെ ഇരിക്കുന്ന യാത്രക്കാരോട് തന്നെ നമുക്ക് ചോദിക്കാം. ചേട്ടാ, തൃശ്ശൂരുള്ള ആളാണ്, എന്താ ഈ KSRTC സ്റ്റാൻഡിന്റെ അവസ്ഥ? ഞാൻ വല്ലപ്പോഴും വരുന്നുണ്ട്, അത്രയും അറിയാൻ പറ്റുന്നില്ല. ഇത് പൊട്ടിപ്പൊളിഞ്ഞ് കിടപ്പുണ്ടെന്ന് തന്നെയുള്ളൂ. അത്രേ ഉള്ളൂ. MLAക്ക് ഒരു കാര്യം കൂടി പറയാനുണ്ട് എന്ന് പറയട്ടെ. ഈ വർഷം തന്നെ ഗതാഗത വകുപ്പ് മന്ത്രി ഇത് നവീകരിക്കാം എന്ന് ഉറപ്പ് തന്നിട്ടുണ്ട്. MLA ഫണ്ടിൽ നിന്ന് നീക്കിവെക്കുന്ന പണവും ട്രാൻസ്പോർട്ട് വകുപ്പിൻ്റെ പണവും ചേർത്ത് ഈ ബഡ്ജറ്റിലും ചെറിയ അലൊക്കേഷൻ തൃശ്ശൂർ ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടി അനുവദിക്കും. എൻ്റെ ഒന്നാമത്തെ സ്ട്രാറ്റജി ഈ സ്റ്റാൻഡ് പുതുക്കി പണിയുക എന്നുള്ളതാണ്. അപ്പോൾ അരുൺകുമാർ അദ്ദേഹം പറയുന്നത് ആളുടെ ആദ്യത്തെ അജണ്ട എന്ന് പറയുന്നത് KSRTC. പക്ഷേ വൈകിയാണെങ്കിലും മുകൾ ഭാഗത്ത് എന്താണ് സംഭവിച്ചിരിക്കുന്നത്? കാരണം പല ഭാഗങ്ങളും പൊട്ടിപ്പൊളിഞ്ഞിരിക്കുന്ന ദൃശ്യങ്ങൾ കാണാൻ പറ്റുന്നുണ്ട്. ജേസൺ, സുസ്ഥിര വികസന ഫണ്ട് ഉണ്ടായിരുന്നില്ല, പിന്നീട് കിട്ടിയ ഫണ്ട് ആശുപത്രി. എന്തായാലും MLA അത് വളരെ ശക്തമായി തന്നെ ഇടപെടുന്നുണ്ട്. നമുക്ക് മുകളിലേക്ക് നോക്കാം. വളരെ ദയനീയമായ അവസ്ഥയാണ് തൃശ്ശൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബസ് സ്റ്റാൻഡിൻ്റെ മുകളിലത്തെ നില. നേരത്തെ താഴ്ഭാഗം കാണിച്ചു, ഇപ്പോൾ മുകളിലത്തെ അവസ്ഥ കാണുക. ഒരു പെയിന്റിംഗ് ഒക്കെ നടത്തിയിട്ട് എനിക്ക് തോന്നുന്നു 10-30 വർഷമൊക്കെ ആയിട്ടുണ്ടാവില്ലേ? എന്താണ്, എത്ര കാലം ഉണ്ടാവും ഒരു പെയിന്റിംഗ് ഒക്കെ നടന്നിട്ടുണ്ട്? മെയിൻ്റനൻസ് മാത്രമേ നടന്നിട്ടുള്ളൂ എന്ന് സാറും പറഞ്ഞല്ലോ. മെയിൻ്റനൻസ് നടക്കുന്നത് മെയിൻ്റനൻസ് നടന്നിട്ട് വേണമല്ലോ അല്ലേ പെയിന്റിംഗ് നടത്തുന്നത്? അതെ. അതായത് മെയിൻ്റനൻസ് വളരെ അപൂർവമായി മാത്രം നടക്കും. നമുക്ക് ദൃശ്യങ്ങളിലേക്ക് വീണ്ടും പോകാവുന്നതുകൊണ്ട് ഇതിൻ്റെ മുകൾ ഭാഗം മുഴുവൻ ഇപ്പോൾ മഴ വന്നതോടുകൂടി അത് വെള്ളം കിനിഞ്ഞിറങ്ങുന്നു. താഴെയാണെങ്കിൽ പൊട്ടിപ്പൊളിഞ്ഞ അവസ്ഥയാണ്. തൃശ്ശൂർ ഒരു സാംസ്കാരിക നഗരിയാണ്. വലിയ ഡെവലപ്മെൻറ്റുകൾ വരുന്നുവെന്ന് അവകാശപ്പെടുന്ന ഒരു സ്ഥലത്താണ് ഏറ്റവും പ്രധാനപ്പെട്ട 10,000-കണക്കിന് ആളുകൾ, 1700 ബസ് ഒരു ദിവസം തൃശ്ശൂർ ബസ് സ്റ്റാൻഡിൽ കയറിയാൽ സ്വാഭാവികമായിട്ടും ഒരു ബസ്സിൽ നിന്ന് ഒരു 20-30 പേരെങ്കിലും ഇറങ്ങി ഇവിടെ കയറുന്നുണ്ടെങ്കിൽ എത്ര ആയിരക്കണക്കിന് ആളുകൾ വന്നു ചേരുന്ന ഒരു ബസ് സ്റ്റാൻഡിന്റെ സ്ഥിതി വളരെ അപകടം പിടിച്ചതാണ്. നോക്കൂ, കോഴിക്കോട് നമ്മൾ കണ്ടതിനേക്കാൾ ഭീകരമാണ് ഇവിടുത്തെ അവസ്ഥ. മുകളിലത്തെ ആ പൊട്ടിപ്പൊളിച്ചിരിക്കുന്ന ഈ കോൺക്രീറ്റിന്റെ പാളികളിലൊക്കെ താഴേക്ക് തന്നെ വീഴില്ലേ? ഏത് സമയത്തും ഈ കോൺക്രീറ്റ് പാളികൾ വീണ് ആളുകൾക്ക് പരിക്ക് പറ്റാം. ഈ വാഹനങ്ങൾ ഇടിച്ച് നിരന്തരമായി പരിക്ക് പറ്റുന്നുണ്ട്. ഒരു സ്ഥലപരിമിതി എന്ന് പറയുന്നത് നമുക്ക് ഊഹിക്കാൻ കഴിയാത്ത സ്ഥിതിയിലേക്ക് എത്തിച്ചേർക്കുന്നത്. അതിനിടയിലാണ് ഒരു പെട്രോൾ പമ്പ് പണിത് വെച്ചിരിക്കുന്നത്. ആ പെട്രോൾ പമ്പ് പണിയുന്നതിൽ പോലും ഇല്ല എന്നതിന്റെ തെളിവാണ്. തീർച്ചയായും അതിനിപ്പുറത്ത് വെള്ളം കിനിഞ്ഞിറങ്ങി ഏതാണ്ട് ഇനിയും വീഴാൻ കാത്തു നിൽക്കുന്ന കോൺക്രീറ്റ് പാളികളാണ് ഇപ്പുറത്തുള്ളത്. അതോടൊപ്പം തന്നെയാണ് ഈ കെട്ടിടം പിന്നെ അതീവ ശോചനീയമായ അവസ്ഥയിലായിട്ട് ഇപ്പോൾ പുതിയ കാര്യമൊന്നുമല്ല. ഇത് കാലം കുറേയായിട്ട് ഇതേ അവസ്ഥ തന്നെയാണ്. ആരും തിരിഞ്ഞു നോക്കാനുള്ള അവസ്ഥയാണ്. അതിനിടയിലാണ് സ്ഥലപരിമിതി എന്ന് പറയുന്ന അതീവ ഗുരുതരമായ സാഹചര്യം കൂടി ഉടലെടുത്തിരിക്കുന്നത്. ഇതിനകത്ത് ഒരു പെട്രോൾ പമ്പ് പണിതോടുകൂടി KSRTC ബസ് സുഗമമായി കയറുന്ന ഒരു സ്ഥലത്ത് നിന്ന് ആ പെട്രോൾ പമ്പ് വന്നതോടുകൂടി ആ വഴി കയറാൻ കഴിയുന്നില്ല. ഇപ്പോൾ ഒരു KSRTC ബസ് ഇതിനകത്ത് കയറിയാൽ നിരനിരയായി ബ്ലോക്കാണ്. അതിനിടയിൽ ആളുകൾ പെട്ട് അപകടമുണ്ടാകുകയും മരിക്കുകയും ചെയ്യുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പല ഘട്ടങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ
ഒന്നും ചെയ്യാൻ ഇവിടുത്തെ ജീവനക്കാർ പറയുന്നത് അവർക്കൊന്നും ചെയ്യാനില്ല. അവർ നിരന്തരമായ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ ശുചിമുറികളുടെ അവസ്ഥ കൂടി ഒന്ന് പരിശോധിക്കൂ. നമുക്ക് തത്സമയം പ്രേക്ഷകരെ കാണിക്കാം. പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് അശാസ്ത്രീയമായി നിർമ്മിച്ചിരിക്കുന്ന മറ്റൊരു ബസ് സ്റ്റാൻഡാണ് പ്രേക്ഷകർ കണ്ടത്. 1970-കളിൽ നിർമ്മിച്ച ഈ KSRTC സ്റ്റാൻഡിൽ കാര്യമായ ഒരു വികസനവും നടന്നിട്ടില്ലെന്ന് മാത്രമല്ല, മുകളിലത്തെ നിലയിൽ നിന്നൊക്കെ പ്രേക്ഷകർ കണ്ടതുപോലെ കോൺക്രീറ്റ് പാളികൾ ഏത് നിമിഷവും അടർന്ന് ആളുകളുടെ തലയിൽ വീണ് അപകടമുണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. തൃശ്ശൂർ ജില്ലയിലെ പുതുക്കാട്ടുള്ള KSRTC ബസ് സ്റ്റാൻഡിന്റെ അവസരവും പരിസരവും ഞങ്ങൾ പരിശോധിച്ചു. മരണക്കുരുക്കാണ് ഈ പുതുസ്റ്റാൻഡ് KSRTC പരിസരം. ചാലക്കുടി ഭാഗത്ത് നിന്ന് തൃശ്ശൂരിലേക്ക് വരുന്ന ബസ് KSRTC സ്റ്റാൻഡിലേക്ക് തിരിയുന്നതിനിടയിൽ അപകടങ്ങളിൽപ്പെട്ട് പൊലിഞ്ഞത് 40ഓളം ജീവനുകളാണ്. പ്രശ്നപരിഹാരത്തിനായി ഉയർന്ന മുറവിളികൾക്ക് പതിറ്റാണ്ടിന്റെ പഴക്കമുണ്ടെങ്കിലും ഒരു പരിഹാരവും ആവുന്നില്ല. പുതുക്കാട് സ്റ്റാൻഡിൽ ഞങ്ങൾ കണ്ട കാഴ്ച. അളഗപ്പ, പുതുക്കാട് എന്നീ 2 KSRTC ബസ് സ്റ്റാൻഡുകൾ നിർത്തലാക്കി കൂടുതൽ സൗകര്യപ്രദമായ രീതിയിൽ 2010-ൽ ദേശീയപാതയോട് ചേർന്ന് പുതുക്കാട് ബസ് സ്റ്റാൻഡ് പണിതീർത്തു. ദേശീയപാതയുടെ കിഴക്ക് ഭാഗത്തായിരുന്നു സ്റ്റാൻഡ്. പിന്നീടാണ് ദുരന്തങ്ങൾക്ക് തുടക്കമാവുന്നത്. തെക്ക് ഭാഗത്തു നിന്നും വരുന്ന KSRTC ബസ്സുകൾ നിയന്ത്രണമില്ലാതെ വീശിയൊടിച്ച് കിഴക്ക് ഭാഗത്തുള്ള സ്റ്റാൻഡിലേക്ക് കയറുമ്പോൾ അപകടങ്ങൾ ആരംഭിച്ചു. കഴിഞ്ഞ 14 വർഷത്തിനുള്ളിൽ നിരവധി മരണങ്ങളുണ്ടായി. അനവധി പേർ ഗുരുതരമായ പരിക്കുകളോടെ കിടപ്പ് രോഗികളായി. അപ്പോൾ തൃശ്ശൂർ ഭാഗത്തു നിന്ന് വരുന്ന വണ്ടികൾക്ക് സിഗ്നൽ സിസ്റ്റം ഇവിടെ ഇല്ലാത്തത് കാരണം അതുമായി കൂട്ടിയിടിക്കുകയും ഒട്ടേറെ ആളുകൾക്ക് പരിക്കേൽക്കുകയും മരണപ്പെടുകയും ചെയ്തിട്ടുണ്ട്. 30-ലധികം പേര് ഇവിടെ മരണപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് ആളുകൾക്ക് കിടപ്പ് രോഗികളായി മാറുന്ന രീതിയിലേക്കുള്ള ആക്സിഡന്റ് പറ്റിയിട്ടുണ്ട്. ശാശ്വതമായി പരിഹാരം കാണാൻ കഴിയാതെ ഇപ്പോഴും അപകടങ്ങൾ തുടർക്കഥയാകുന്നു. തെക്ക് ഭാഗത്തു നിന്നും വരുന്ന ബസ്സുകൾ നിർത്താൻ പടിഞ്ഞാറ് ഭാഗത്ത് ബസ് ബേ നിർമ്മിക്കണമെന്ന നിർദ്ദേശം പഞ്ചായത്ത് വെച്ചെങ്കിലും നടപ്പിലായിട്ടില്ല. അങ്ങനെ നിരന്തരമായി ഇവിടെ ഒരു ബസ് ബേ നിർമ്മിച്ച് തൃശ്ശൂർ പോണ ബസ്സുകൾ ഇവിടെ നിർത്തി യാത്രക്കാരെ കൊണ്ടുപോകുന്ന രീതി വേണമെന്ന് അന്നത്തെ കഴിഞ്ഞ MP MLA അടക്കമുള്ള ജനപ്രതിനിധികളടക്കമുള്ള കമ്മിറ്റി തീരുമാനിച്ചിരുന്നതാണ്. പിന്നെ ഒരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല. എത്രയും പെട്ടെന്ന് അത് പൂർത്തീകരിച്ച് ഇനിയുണ്ടാകുന്ന അപകടം ഇല്ലാതാക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് ഞങ്ങളുടെ പഞ്ചായത്ത് മെമ്പർമാർ ആവശ്യപ്പെടുന്നത്. ഇതിനു പുറമെ വൈകിട്ട് 6 മണിക്ക് ശേഷം സ്റ്റാൻഡിൽ കയറാതെ KSRTC ബസ്സുകൾ പോകുന്നെന്ന പരാതിയും നിലവിലുണ്ട്. നമുക്ക് ഇവിടെ ഒരു മേൽപ്പാലത്തിൻ്റെ അപാകത കൃത്യമായിട്ടുണ്ട്. ഇപ്പോഴത്തെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ അടുത്തും ഞങ്ങൾ സംസാരിച്ചിട്ടുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കൊരു പരിഹാരം ഉണ്ടാവുമെന്ന് തന്നെയാണ് നമ്മുടെ ഒരു വിശ്വാസം. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും വികസന സാധ്യതയുള്ള ബസ് സ്റ്റാൻഡാണ് പുതുക്കാട്. ദേശീയപാതയിൽ KSRTC കൈവശം 2 ഏക്കറിൽ താഴെ ഭൂമിയുമുണ്ട്. എന്നാൽ വികസനം നടക്കുന്നില്ലെന്ന് മാത്രമല്ല, ദുരന്തഭൂമിയായി മാറുകയാണ് KSRTCയും പരിസരവും. റിപ്പോർട്ടർ, തൃശ്ശൂർ. KSRTCയുടെ അനാസ്ഥ തുറന്നു കാണിക്കുകയാണ് റിപ്പോർട്ടറിന്റെ ഈ ലൈവാത്തോൺ. മിന്നൽ പരിശോധന KSRTCയുടെ വിവിധ ഡിപ്പോകളിൽ നിന്ന് യാത്രക്കാർക്ക് ആവശ്യമായ മിനിമം സൗകര്യങ്ങൾ ഒരുക്കുന്നുണ്ടോ? എന്തുകൊണ്ടാണ് ഈ മെയിൻ്റനൻസ് ഇല്ലാതെ പോകുന്നത്? അനാസ്ഥയ്ക്കൊപ്പം കെടുകാര്യസ്ഥിതിക്കൊപ്പം തന്നെ അഴിമതിയുടെ കരങ്ങളുമുണ്ട് ഇതിന് പിന്നിലെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. കോഴിക്കോട്ടെയും തൃശ്ശൂരെയും പുതുക്കാടെയും കാഴ്ചകൾ കണ്ടു. മിന്നൽ പരിശോധന റിപ്പോർട്ടറിന്റെ വാർത്താ സംഘം എല്ലാ KSRTC ബസ് ഡിപ്പോകളിലും ഇപ്പോഴുണ്ട്. അവിടെയുള്ള പരിമിതികൾ, അവിടെയുള്ള ജീവനക്കാർ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ ഇതെല്ലാം തത്സമയം പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് റിപ്പോർട്ടറിന്റെ സ്പെഷ്യൽ ലൈവാത്തോൺ. കേരളത്തിലെ സർക്കാർ സ്ഥാപനങ്ങളിലും പൊതുമേഖലാ സ്ഥാപനങ്ങളിലും സാധാരണക്കാരായിട്ടുള്ള ഉപഭോക്താക്കളായി ജനങ്ങൾ ചെല്ലുമ്പോൾ അവർക്ക് കൃത്യമായി സേവനം നൽകുന്നുണ്ടോ എന്നതിൻ്റെ ഭാഗമായി നടത്തുന്ന പരിശോധനയാണ്. ആദ്യം പഞ്ചായത്തുകൾ നമ്മൾ കയറിയിറങ്ങി. ഇപ്പോൾ KSRTC ബസ് ഡിപ്പോകളിലൂടെയാണ് റിപ്പോർട്ടറിന്റെ വാർത്താ സംഘം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് നോക്കാം, ഓരോ ഡിപ്പോയിലെയും പരിമിതികൾ എണ്ണി പറഞ്ഞാണ് ഈ റിപ്പോർട്ടറിന്റെ ലൈവാത്തോൺ പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. റിപ്പോർട്ടറിന്റെ 24 വാർത്താ സംഘങ്ങളും പല സ്ഥലങ്ങളിലായി ഇപ്പോൾ നിലയുറപ്പിച്ചിട്ടുണ്ട്. മിന്നൽ പരിശോധന നടത്തുന്നു. ഓരോ KSRTC ഡിപ്പോയിലുമുള്ള പരിമിതികളാണ് ഞങ്ങളുടെ ഈ വാർത്താ സംഘം ഇപ്പോൾ തത്സമയം പ്രേക്ഷകരുടെ മുന്നിൽ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. KSRTC നന്നാവുന്നില്ല എന്ന് പറയുമ്പോൾ അതിൽ യൂണിയൻ പ്രവർത്തനം മാത്രമാണെന്ന് പറയുമ്പോഴും അതിനും അപ്പുറത്തേക്കുള്ള ചില പരിമിതികൾ KSRTC നേരിടുന്നുണ്ട്. ആ അനാസ്ഥയാണ് നമ്മൾ തുറന്നു കാട്ടുന്നത് റിപ്പോർട്ടറിന്റെ സ്പെഷ്യൽ ലൈവ് വാർത്തകളിലൂടെ. KSRTC ബസ് സ്റ്റാൻഡുകളിലെയും KSRTC ബസ്സുകളിലെയും യാത്രക്കാർ നേരിടുന്ന ദുരിതങ്ങൾ തുറന്നു കാട്ടുകയാണ് റിപ്പോർട്ടറിന്റെ സ്പെഷ്യൽ ലൈവ് വാർത്തോൺ.
അനാസ്ഥ, കെടുകാര്യസ്ഥത, അഴിമതി, ഇത് മൂന്നും KSRTC ഡിപ്പോകളെയും KSRTCയിലെ യാത്രക്കാരെയും വലയ്ക്കുന്നത് എങ്ങനെയാണ് എന്നതാണ് നമ്മൾ പരിശോധിക്കുന്നത്. കോഴിക്കോട് നമ്മൾ കണ്ടു, തൃശ്ശൂരിൽ കണ്ടു, പുതുക്കാട് കണ്ടു. ഇനി നേരെ ചങ്ങനാശ്ശേരിയിലേക്ക്. യാത്രക്കാർക്ക് ഇരിക്കാൻ പോലും ഇടമില്ലാതെയാണ് ചങ്ങനാശ്ശേരി KSRTC ബസ് ഡിപ്പോ. പുതുതായി കെട്ടിടം പണിയാൻ പഴയത് പൊളിച്ചിട്ട് 1 വർഷം കഴിഞ്ഞു. ശുചിമുറി സൗകര്യം പോലും ഇല്ലാതെ മഴയും വെയിലും കൊണ്ടുവേണം യാത്രക്കാർക്ക് ബസ് കാത്തിരിക്കാൻ. വിവരങ്ങളുമായി സുനിഷ അയ്യല്ലൂർ നമുക്കൊപ്പം ചേരുന്നുണ്ട് തത്സമയം. ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോകാം. എന്താണ് ചങ്ങനാശ്ശേരി KSRTC ഡിപ്പോയുടെ ഇപ്പോഴത്തെ അവസ്ഥ? സുനിഷ അയ്യല്ലൂർ, എന്താണ് KSRTC ഡിപ്പോയുടെ അവസ്ഥയെന്ന് പ്രേക്ഷകരെ കാട്ടിക്കൊടുക്കൂ. അരുൺ, കോട്ടയം ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട KSRTC ഡിപ്പോയാണ് ചങ്ങനാശ്ശേരി KSRTC ഡിപ്പോ. പക്ഷേ എണ്ണി തന്നെ ഇവിടെ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ എന്ന് പറയേണ്ടിയിരിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഒരുപക്ഷെ കൃത്യമായി ഇതായി KSRTC ഡിപ്പോ തന്നെ ഈ കാണുമ്പോൾ അറിയാൻ കഴിയും പൊട്ടിപ്പൊളിഞ്ഞ സ്ഥിതിയിലാണ് ഉള്ളത് എന്നതാണ്. പ്രധാനമായും ഇവരോട് സംസാരിച്ചപ്പോൾ പോലും പറഞ്ഞത് 2-3 വർഷമായി ഇതേ രീതിയിൽ KSRTC ഡിപ്പോയുടെ അവസ്ഥ എന്നതാണ്. ഒരുപക്ഷെ MC റോഡിന് തൊട്ടരികിലുള്ള KSRTC ഡിപ്പോയാണ്. MC റോഡിലെ നല്ല റോഡ് വഴി വന്ന ബസ് ഇതാ ഈ ചങ്ങനാശ്ശേരി KSRTCയിലേക്ക് കയറുമ്പോഴേക്കും യാത്രക്കാരുടെ നടുവൊടിയുമെന്ന കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള സംശയവും ഇല്ല എന്നത് ഒരുപക്ഷെ ഇവിടെ നിന്ന് തന്നെ കാണാൻ കഴിയും. ഈ കുഴികളായിട്ടുണ്ട്, ഈ ടാറൊക്കെ തന്നെയും ഇളകിയിട്ടുണ്ട്, കുഴിയായിട്ടുണ്ട്. ഇതിൽ മഴ പെയ്താൽ വെള്ളം നിറഞ്ഞത് ചളിക്കുഴിയാകുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നു എന്നതാണ്. ഇത് പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്. ബസ്സുകൾക്കൊക്കെ തന്നെയും ഈ ഡിപ്പോയിലേക്ക് അകത്തേക്ക് കയറ്റുമ്പോഴും പുറത്തേക്ക് പോകുമ്പോഴും ഒക്കെ ഇത് വലിയ ബുദ്ധിമുട്ടാകുന്നു എന്ന് ഇവർ തന്നെ പറയുന്നുമുണ്ട്. ഒപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം അത് യാത്രക്കാർക്ക് ഇവിടെ സൗകര്യമില്ല എന്നത് തന്നെയാണ്. പ്രധാനമായും ഒരുപക്ഷെ കഴിഞ്ഞ ഇടങ്ങളിലൊക്കെ തന്നെയും യാത്രക്കാർക്ക് ഇരിക്കാനോ അല്ലെങ്കിൽ നിൽക്കാനോ പോലും ഒരു ചോർന്നൊലിക്കുന്നതാണെങ്കിൽ പോലും ഒരു കെട്ടിടം നമ്മൾ കണ്ടിരുന്നു എന്നതാണ്. പക്ഷേ ചങ്ങനാശ്ശേരിയിൽ വന്നാൽ അത്തരത്തിലൊരു കെട്ടിടം പോലും കാണാൻ കഴിയില്ല എന്നതാണ്. ഇവിടെ പ്രധാനമായും കാണാൻ കഴിയുന്ന ഒരു കെട്ടിടം അത് KSRTCയുടെ ഓഫീസ് മന്ദിരവും ഗ്യാരേജും ഉൾപ്പെടുന്ന ഒരു കെട്ടിടമാണ്. ഈ കെട്ടിടം മാത്രമാണ് നിലവിൽ ഇപ്പോൾ ചങ്ങനാശ്ശേരി ഡിപ്പോയിലുള്ളത്. അവിടെ ഒരുപക്ഷെ എന്തായാലും യാത്രക്കാർക്ക് അവിടെ പോയി നിൽക്കാനുള്ള സൗകര്യമില്ല എന്നത് വസ്തുതയാണ്. ഒപ്പം തന്നെ നേരത്തെ ഉണ്ടായിരുന്നത് ഒരു KSRTC ഇവിടെ ഒരു കെട്ടിടം ഉണ്ടായിരുന്നു. അത് ഒരുപക്ഷെ ഇപ്പോൾ ഈ ബസ് കാണുന്ന ഇതിന് തൊട്ടടുത്തായി ഒരു KSRTC കെട്ടിടം ഉണ്ടായിരുന്നു. ആ കെട്ടിടമാണ് കഴിഞ്ഞ ഒരു 1.5 വർഷത്തിന് മുമ്പ് ഇവിടെ ഒരു ബലക്ഷയം എന്ന് കാണിച്ചുകൊണ്ട് പൊളിച്ചു മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പക്ഷേ അത് പൊളിച്ചു മാറ്റിയതിന് ശേഷം ഒരു കെട്ടിടം പണിയാനോ യാത്രക്കാർക്ക് ഒന്നിരിക്കാനോ പോലും കൃത്യമായ ഒരു സൗകര്യം ഉണ്ടാക്കിയിട്ടില്ല എന്നതാണ്. അവർക്കിങ്ങനെ നിൽക്കേണ്ടി വരുന്നത് ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ടോ, ഇരിപ്പിടമില്ലാത്തത് പ്രശ്നമാകുന്നുണ്ടോ എന്നൊന്ന് ചോദിച്ചു നോക്കാം. പ്രത്യേകിച്ച് മഴയൊക്കെ പെയ്യുമ്പോൾ ഇവർ എന്ത് ചെയ്യും? അവിടെ ഒരു അമ്മച്ചിയൊക്കെ നിൽക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അത് തന്നെയാണ് വലിയൊരു പ്രശ്നം. ചേട്ടാ, ഇവിടെ ഇപ്പോൾ ഈ ഇരിക്കാനൊന്നും ഇരിപ്പിടമൊന്നും ഇല്ലല്ലോ, വലിയ ബുദ്ധിമുട്ട്. ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാലും കൈ പ്രായമുള്ള ആളാണ്, നിൽക്കാനൊക്കെ വലിയ പാടാണ്. കാലും കൈയൊക്കെ കഴപ്പും വലിയ കാലം കൊടുത്താണ്ട് പോയി വലിയ ബുദ്ധിമുട്ടാണ്. അടിയന്തരമായിട്ട് എന്തെങ്കിലും ചെയ്യിക്കണം, സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. എന്തായി കെട്ടമണിയാണെങ്കിൽ ഇട്ടുകൊണ്ടിരിക്കുന്നവർ ഇത്ര വർഷമായി വിളിച്ച് അറിയിട്ടിട്ട് വലിയ ബുദ്ധിമുട്ടാണ്. മഴ വെയിലാണെങ്കിൽ വലിയ കട്ടി, മഴയാണെങ്കിൽ അതിനെക്കാട്ടിയും കട്ടി, ഒന്നുകൊണ്ടും നിവൃത്തിയില്ലാത്ത അവസ്ഥയല്ല. ഇത് തന്നെയാണ് പ്രധാനപ്പെട്ട പ്രശ്നം. അത് തന്നെയാണ്. അത് വെയിലാണെങ്കിൽ അത് അതിലും വലിയ പ്രശ്നം, മഴയാണെങ്കിൽ അത് അതിലേറെ പ്രശ്നം എന്നുള്ളതാണ്. ഈ പറയുന്ന ഈ ഒരു കെട്ടിടം കാണുന്നുണ്ടാകും. അത് കനത്ത വെയിലുള്ള സമയത്ത് ഒരു തണ്ണീർപ്പന്തലായി പ്രവാസി സംഘടന ഒരുക്കിയ ഒരു തണ്ണീർപ്പന്തലാണ്. പക്ഷേ അത് പിന്നീട് പൊളിച്ചു മാറ്റാത്തത് ചിലപ്പോഴൊക്കെ ഇവർക്ക് ഇരിക്കാനുള്ളൊരു സൗകര്യമാകുന്നു എന്നതാണ്. അവിടെയും 2 കസേരകൾ മാത്രം കാണാൻ കഴിയുന്നു എന്നുള്ള ഒരു പ്രശ്നം കൂടിയുണ്ട്. ചേച്ചി, ഇവിടെ ഇരിക്കാനൊന്നും ഒരു സൗകര്യം ഇല്ലല്ലോ, ഞാൻ ഇന്ന് ഇവിടെ വരുന്നു. ഇന്നാണ് കാണുന്നത്. ഇന്ന് വരുമ്പോൾ എന്ത് തോന്നുന്നു? എവിടെ നിന്ന് വരുവാ ചേച്ചി? പത്തനംതിട്ട. അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ എന്ത് തോന്നുന്നു? സൗകര്യങ്ങളുണ്ടോ? ഇല്ല. കുറേ നേരമായി ഇവിടെ നിൽക്കാൻ? ഇച്ചിരി നേരമായി നിൽക്കാൻ തുടങ്ങിയിട്ട്. ഇരിക്കാനൊന്നും സൗകര്യം ഇല്ലാത്ത ബുദ്ധിമുട്ട്. ഇങ്ങനെ നോക്കി നിൽക്കുമായിരുന്നു. ഒരാൾ എണ്ണിക്കുമായിരുന്നെങ്കിൽ പോയി ഇരിക്കായിരുന്നു എന്ന് കസേരയെന്നേ. ആരും എണീക്കുന്നില്ല. അരുൺ, ഇതാണ് പ്രശ്നം. അതായത് ഒന്നിരിക്കാൻ, ഞാൻ പറഞ്ഞതുപോലെ ആ തണ്ണീർപ്പന്തലിൽ ഒരു കസേരയെങ്കിലും ഒരാൾ ഒഴിയുകയാണെങ്കിൽ അവിടെ ഇരിക്കാമല്ലോ എന്ന് കരുതി നിൽക്കുന്ന യാത്രക്കാരുണ്ട് എന്നതാണ്. ഒരുപാട് പേർ പല ഇടങ്ങളിലായി ഒരുപാട് പേർ നിൽക്കുന്നത് നമുക്ക് തന്നെ കാണാൻ കഴിയും. മഴ പെയ്താൽ കുട ചൂടി നിൽക്കേണ്ട അവസ്ഥയാണ്. ഞാൻ നേരത്തെ വന്നപ്പോൾ ഇവിടെ നല്ല മഴ ഉണ്ടായിരുന്നു. ഒരുപാട് പേർ സ്ഥിതിയായിരുന്നു. മറ്റു ചിലർ അതാണ് ഒരുപാട് നേരം ഇങ്ങനെ നിൽക്കേണ്ട ഒരു സ്ഥിതിയാണ്. ഈ ഇവിടെ ഇരിക്കാനൊന്നും ഒരു സൗകര്യം ഇല്ലല്ലോ.
മാഡം ഞാൻ വന്നിട്ട് ഇപ്പോൾ ഒരു 3/4 മണിക്കൂറാവുന്നു. കണ്ണ് കാണാൻ പാടില്ല, ഭയങ്കര ക്ഷീണമുള്ളൊരു മനുഷ്യനാണ് 5-6 പേര്. പക്ഷേ ബസ് വരുന്നില്ല ആലപ്പുഴയ്ക്ക് വിടുന്നു. ബസ്സില്ല. അതിൻ്റെ കുറവ് ആരാ വിവരിക്കുന്നത്? ഇവരുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രശ്നമല്ലേ അത്. ഞങ്ങളെപ്പോലുള്ള രോഗികൾക്ക് ഞങ്ങൾക്കിപ്പോൾ ഈ ആട്ടോയൊന്നും പിടിച്ചിട്ട് ഇത്ര ദൂരം ആലപ്പുഴ പോകാൻ നിവൃത്തിയില്ല. കൂലിപ്പണിക്കാരൊക്കെ ആയിരുന്നു. എന്ത് ചെയ്യാൻ പറ്റും? ഇവരുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രശ്നമാണ് ഇങ്ങനെയൊക്കെ. ഞങ്ങൾ പൊതുജനങ്ങൾ വോട്ട് ചോദിക്കുമ്പോഴത്തേക്കും പല രീതിയിലുമായിട്ട് വാഗ്ദാനങ്ങളൊക്കെ ചെയ്യും. ഇതിപ്പോൾ ഒരു ബസ് പോലും ഇടാൻ പാടില്ല അവർക്ക്. ഒരുപാട് നേരം ഇവിടെ നിൽക്കുന്നല്ലേ, ഇരിക്കാൻ ഇടമില്ല. ഇത് കണ്ടില്ല, മാഡം കാണുന്നില്ലേ? ഞങ്ങൾ നുണ പറയുന്നില്ലല്ലോ. ഇവരെ പലതും ശരിയാക്കാന്ന് പറഞ്ഞിട്ട് സർക്കാർ കയറി അല്ലാണ്ട് ശരിയാക്കിയോ? അരുൺ, ചങ്ങനാശ്ശേരി ഡിപ്പോയിലേക്ക് എത്തുന്ന KSRTCയിലേക്ക് എത്തുന്ന എല്ലാവർക്കും ഇത് തന്നെയാണ് പറയാനുള്ളത്. എന്താണ് ചെയ്യേണ്ടത്? മണിക്കൂറുകൾ 1 2 അല്ല, മണിക്കൂറുകൾ ഏറെയാണ് ഇവിടെ ഇങ്ങനെ കാത്തു നിൽക്കേണ്ടി വരുന്നത് എന്നതാണ്. ശക്തമായ മഴ പെയ്താൽ അതാ വീണ്ടും വലിയ ബുദ്ധിമുട്ടിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നതാണ്. ഒരുപാട് പേർ ഇവിടെ ഇങ്ങനെ പല ദൂരങ്ങളിൽ, ഒരുപക്ഷെ ചങ്ങനാശ്ശേരിയെ സംബന്ധിച്ചിടത്തോളം ദീർഘദൂര സർവീസുകൾ, ഒപ്പം തന്നെ ഇവിടെ കോളേജുകൾ അടക്കമുള്ളത് കൊണ്ട് നിരവധി വിദ്യാർത്ഥികളടക്കം ദിനം പ്രതി 1000-ഓളം പേർ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു KSRTC ഡിപ്പോയാണ്. അവിടെയാണ് ഇപ്പോൾ പോലും ഒരു രീതിയിലുള്ള സൗകര്യങ്ങളും യാത്രക്കാർക്ക് ഒരുക്കാതെ നിൽക്കുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. ഇവരോട് നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഇവിടെ ഒരു പുതിയ കെട്ടിടം പണിയാനുള്ള നടപടികൾ ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ട്, മണ്ണ് പരിശോധന അടക്കം കഴിഞ്ഞ ദിവസം നടത്തിയിട്ടുണ്ട് എന്നതാണ്. പക്ഷേ 1.5 വർഷം കഴിഞ്ഞിട്ടും മണ്ണ് പരിശോധന നടത്താൻ പോലും അത് ഇപ്പോൾ മാത്രമാണ് സാധിച്ചിട്ടുള്ളത് എന്നത് വലിയൊരു പ്രശ്നമായി തന്നെ നിൽക്കുന്നു. 1.5 വർഷമായി പരിശോധന നടത്തിയിട്ടും കാര്യങ്ങളൊന്നും മുന്നോട്ട് പോകാതെ സ്തംഭിച്ചു നിൽക്കുന്ന അവസ്ഥയാണ്. ഇതിനെ നമ്മൾ കെടുകാര്യസ്ഥത എന്നാണോ പറയേണ്ടത്, അനാസ്ഥ എന്നാണോ പറയേണ്ടത്, ഇതെന്താണ് പറയേണ്ടത്? ഇവിടെ ഒരു ഗവേണൻസ് ഉണ്ടോ എന്നൊരു ചോദ്യം ഉണ്ടാകുന്നത് ഈ ഘട്ടത്തിലാണ്. കണ്ടു കാണാത്തൊരു അപ്പൂപ്പനാണ് ഇപ്പോൾ നമ്മളോട് പ്രതികരിച്ചത്. അദ്ദേഹം 3/4 മണിക്കൂറായി അവിടെ നിൽക്കുകയാണ്. ആലപ്പുഴയ്ക്കുള്ളൊരു ബസ് തേടി. ആ ബസ് സ്റ്റാൻഡിൽ അദ്ദേഹത്തിന് ഇരിക്കാൻ പറ്റുന്ന ഒരു കസേരയില്ലാത്ത സാഹചര്യമുണ്ട്. നിരവധി സ്ത്രീകൾ, അവർക്ക് ശുചിമുറികൾ ഉപയോഗിക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. താൽക്കാലികമായി ഒരുക്കിയിരിക്കുന്ന പ്രവാസികളുടെ സഹായത്തോടു കൂടി ഇരിക്കുന്ന തണ്ണീർ പന്തൽ മാത്രമാണ്. ഇതാണോ നമ്മൾ മെച്ചപ്പെട്ടു പോകുന്നു എന്ന് നമ്മൾ പറയുന്നത്? എല്ലാം ശരിയാവുന്നു എന്ന് പറയുന്നത് ഇതാണോ എന്നാണ് ചങ്ങനാശ്ശേരിയിൽ നിന്നും യാത്രക്കാർ ചോദിക്കുന്നത്. സുരേഷ്, എനിക്ക് തോന്നുന്നു കൂടുതൽ യാത്രക്കാരുടെ പ്രതികരണങ്ങൾ നമുക്കിനി അവിടെ നിന്ന് തേടാവുന്നതാണ്. നമുക്ക് പാലാ ബസ് സ്റ്റാൻഡിലേക്ക് കൂടി ഒന്ന് പോയി വരാം. കോട്ടയം പാലായിലെത്തുന്ന KSRTC ജീവനക്കാർക്ക് ഒന്ന് വിശ്രമിക്കാൻ സുരക്ഷിതമായൊരു ഇടമില്ല. കാട് പിടിച്ച് ചോർന്നൊലിക്കുന്ന 3 മുറി കെട്ടിടമാണ് ഇപ്പോഴും ദീർഘദൂര സർവീസ് നടത്തിയെത്തുന്ന ജീവനക്കാരുടെ വിശ്രമ കേന്ദ്രം. പരിസരത്ത് പാമ്പ് ശല്യം കൂടിയായതോടെ ജീവനക്കാർ താമസത്തിനായി മറ്റിടം തേടി പോവുകയാണ്. യാത്രക്കാർക്ക് മാത്രമല്ല, ജീവനക്കാർക്ക് പോലും ഈ അനാസ്ഥയുടെ ഫലം അനുഭവിക്കേണ്ടി വരുന്നു. പാലായിൽ നിന്നുള്ള നേർചിത്രം. ദീർഘദൂര സർവീസുകൾ നടത്തുന്ന KSRTC ജീവനക്കാർക്ക് വിശ്രമിക്കാനായി ഒരുക്കിയ കെട്ടിടമാണിത്. പൊട്ടിപ്പൊളിഞ്ഞ് കാട് മൂടി കിടക്കുകയാണ്. മുറിയാകെ ചോർന്നൊലിക്കുന്നുണ്ട്. ഒപ്പം പാമ്പ് ശല്യം അത് വേറെയും. ഡിപ്പോയുടെ പിറകുവശത്തേക്ക് പോയാൽ ഇതുപോലൊരു കെട്ടിടം കാണാം. ദീർഘദൂര സർവീസ് നടത്തി വരുന്നവർക്ക് ഒന്ന് വിശ്രമിക്കാൻ, കിടന്നുറങ്ങാനുള്ള സ്ഥലം. ആകെയുള്ള 3 മുറി കെട്ടിടത്തിന്റെ അവസ്ഥയാണ് ദയനീയം. ജനലുകളും വാതിലുകളും പൊട്ടിയിട്ടുണ്ട്. മേൽക്കൂരയിൽ അവിടിവിടെ വിള്ളലാണ്. മഴ പെയ്താൽ ചോർന്നൊലിക്കും. ജോലിക്കാരുടെ ആവശ്യമാണ് നമുക്ക്. അവർ വെളിയിൽ നിന്ന് ഒന്ന് കിടക്കുന്നവർക്ക് അടിസ്ഥാന സൗകര്യങ്ങളില്ല. ജോലിക്കാർ കിടക്കുന്നതിന് ആ ഷെയർ റൂമിൻ്റെ മേളിലോട്ട് മരച്ചില്ലകൾ കിടക്കുക. അതൊന്നും വെട്ടിക്കളയാനായിട്ട് ഇന്ന് വരെ സാധിച്ചിട്ടില്ല. അതിൻ്റെ കീഴിലാണ് ഇവർ അന്തി ഉറങ്ങുന്നത്. ചോർച്ചയേക്കാൾ വലിയ പ്രശ്നമാണ് പാമ്പ്. കാടുമൂടിയ കെട്ടിടത്തിന്റെ മേൽക്കൂരയിൽ വരെ പുല്ല് വളർന്നു പിടിച്ചിട്ടുണ്ട്. കാടൊന്ന് തെളിക്കാൻ പോലും അധികൃതർ തുനിയുന്നില്ല. കിടന്നുറങ്ങേണ്ട മുറിക്കുള്ളിൽ പെരുപ്പാമ്പിനെ കണ്ടതും ഇതേ ഇടത്ത്. പേടിയോടെ കഴിയേണ്ട സ്ഥിതിയായതോടെ പലരും പുറത്ത് വാടകയ്ക്കെടുത്തടക്കം പോയി തുടങ്ങി. മഴ പെയ്തു കഴിഞ്ഞാൽ മൊത്തം ചോർന്നൊലിച്ച്
വെള്ളം മുഴുവൻ റൂമിൽ നിറഞ്ഞൊഴുകുക. ഒരു തുണിയോ സാധനങ്ങളോ ഒന്നും നനയാതെ വെക്കാൻ പോലും പറ്റത്തില്ല. പിന്നെ വാതിലുകളോ ജനലുകളോ ഒന്നുമില്ല. അവിടെ അപ്പുറത്തെ ബിൽഡിങ്ങിൽ പട്ടികളൊക്കെ വന്നിട്ട് അപ്പോൾ അകത്ത് കയറാം. പിന്നെ ഒരു ആൾ താമസമില്ലാത്തൊരു പറമ്പുണ്ട്. അവിടുന്ന് വലിയ പെരുമ്പാമ്പ്, മൂർക്കൻ ഇതൊക്കെയാണ് നമ്മുടെ സ്റ്റേ റൂമിനകത്തേക്ക് അടുത്തേക്ക് വരുന്നത്. ഡിപ്പോയിൽ തന്നെ തൊട്ടടുത്തായി പുതിയൊരു കെട്ടിടം പണി തുടങ്ങിയിട്ടുണ്ട്. അതും ഇങ്ങനെ പാതിയിലായിട്ട് പക്ഷേ വർഷങ്ങളായി. നീണ്ട 15 മണിക്കൂറോളം ഓട്ടം നടത്തി വരുന്നവരാണ്. ഒന്ന് വിശ്രമിക്കാനെങ്കിലും സുരക്ഷിതമായ ഒരിടം എന്നത് മാത്രമാണ് ജീവനക്കാരുടെ ആവശ്യം. വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത്തിനൊപ്പം റിപ്പോർട്ടർ സുനിഷ അയ്യല്ലൂർ, ഇൻ റിപ്പോർട്ടർ, കോട്ടയം. ഈ കെട്ടിടം കണ്ടാൽ ഭാർഗവി നിലയം എന്നല്ലാതെ മറ്റെന്ത് പേരാണ് നമ്മൾ വിളിക്കുക? സാധാരണക്കാരായ യാത്രക്കാർക്ക് മാത്രമല്ല, KSRTCയിൽ പണിയെടുക്കുന്ന ജീവനക്കാർക്കും ആത്മാഭിമാനത്തോടെ എന്നല്ല സുരക്ഷിതമായി കിടന്നുറങ്ങാനുള്ള സ്ഥലങ്ങൾ പോലുമില്ല. ജീവനക്കാരുടെ വിശ്രമ കേന്ദ്രങ്ങൾ കാടുപിടിച്ച് കിടക്കുന്നു. അവിടെ പെരുമ്പാമ്പും അണലിയുമടക്കം വരുന്നു എന്നതാണ് ജീവനക്കാർ പോലും നമ്മളോട് പറയുന്നത്. ഇത്ര അനാസ്ഥ KSRTC പോലെ ഒരു വകുപ്പിന് സംഭവിച്ചത് എന്തുകൊണ്ടായിരിക്കും? അതാണ് ആഴത്തിൽ നമ്മൾ പരിശോധിക്കുന്നത്. കേരളത്തിലെ എല്ലാ ബസ് ഡിപ്പോകളിൽ നിന്നും മിന്നൽ പരിശോധന നടത്തുകയാണ് റിപ്പോർട്ടറിന്റെ വാർത്താ സംഘം. യാത്രക്കാർക്കും സാധാരണക്കാർക്കുമുള്ള സേവനങ്ങൾ KSRTC കൊടുക്കുന്നതിലെ പരിമിതികൾ എന്താണ്, അനാസ്ഥയും കെടുകാര്യസ്ഥതയും അഴിമതിയും എത്രത്തോളമുണ്ട് എന്ന് തുറന്നു കാട്ടുകയാണ് റിപ്പോർട്ടറിന്റെ സ്പെഷ്യൽ ലൈവ്-അഥോൺ.